ഹലോ, ഗുഡ് ഈവനിങ് ഓൾ എല്ലാവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. അതേപോലെ തന്നെ ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈലിലായിരിക്കും കാണുന്നത്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുകൂടി ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ കോ ഹോസ്റ്റ് ഇർഫാനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൗണ്ട് ലഭിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സെറ്റിംഗ്സ് ചെയ്യാവുന്നതാണ്. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ചില ആക്ടിവിറ്റീസ് മൊബൈലിലായിരിക്കും കാണുന്നത്. ഞാനിവിടെ ചില ഇനിഷ്യൽ സെറ്റിംഗ്സ് ചെയ്യുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഓക്കെ, നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2020 വരെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈൻ ആയിരുന്നു. 2020 ശേഷം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലാണ്, സൂമിലൂടെയാണ് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത്. ഏകദേശം 1000-ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ഞാനിപ്പം എടുക്കുന്നത് തിരുവനന്തപുരത്ത് ഇരുന്നാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സമയം കണ്ടെത്തിയതിന് നന്ദി അറിയിക്കുന്നു ആദ്യമേ തന്നെ. സോ ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്? ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത്? ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നുള്ളത്. ഓക്കെ, ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. കോഴിക്കോട് നിന്നുണ്ട് രൂപേഷ് ഫ്രം കോഴിക്കോട്, ബഹ്റൈൻ, ദുബായ്. ഓക്കെ, മലപ്പുറം, കൊച്ചി, ചെങ്ങന്നൂർ, കായംകുളം, കൊല്ലം, റിയാദ്. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നിരവധി പേര് കമന്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു സെഷന്റെ ഡ്യൂറേഷൻ 1.5 മണിക്കൂർ ആണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരിക്കും. ഏറ്റവും അവസാനവും Q&A സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാൻ രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള സംഗതികൾ എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം, ഇതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണുന്നതായിരിക്കും. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ നടത്തുന്ന പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി കൂടി ഇതിന്റെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ത്രൂ ഔട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സിന്റെ പ്രൊമോഷൻ അല്ല, ഇതിന്റെ ഇടയിൽ പ്രൊമോഷൻ ഉണ്ടായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ടോപ്പിക്കുകളിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡിയാണോ? ടോപ്പിക്കുകളിലേക്ക് പോകാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണോ? ഓക്കെ. ഓക്കെ, നമ്മൾ ആദ്യം ചില AI ടൂളുകളാണ് കാണാൻ പോകുന്നത്. സോ ആദ്യത്തെ AI ടൂൾ എന്ന് പറയുന്നത് നമുക്കൊരു പ്രസന്റേഷൻ ഉണ്ടാക്കുന്ന ഒരു AI ടൂളാണ്. സോ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കാൻ സാധിക്കും. ഞാനത് ഇവിടെ ചെയ്ത് കാണിക്കാം അത് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ആ ടൂളിന്റെ പേര് എന്ന് പറയുന്നത് Gamma.app എന്നാണ് ഈ ഒരു ടൂളിന്റെ പേര്. ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പെയ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല പ്രസന്റേഷൻ നിർമ്മിക്കാം. Gamma.app എന്ന് പറയുന്ന ടൂൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രസന്റേഷൻ നിർമ്മിക്കാൻ സിമ്പിൾ കമാൻഡ് കൊടുത്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഗാമ എന്ന് പറയുന്ന ടൂളിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്കിവിടെ 4 ഓപ്ഷൻസ് കാണിക്കും. ഇതിലെ ജനറേറ്റ് എന്ന് പറയുന്നതാണ് ശൂന്യതയിൽ നിന്ന് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ. അതായത് നമ്മുടെ കയ്യിൽ ഒരു കണ്ടന്റും ഇല്ല, നമുക്ക് ശൂന്യതയിൽ നിന്ന് നിർമ്മിക്കണമെങ്കിൽ ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത സ്റ്റെപ്പിൽ എന്തിനെ കുറിച്ചുള്ള പ്രസന്റേഷൻ ആണ് നിർമ്മിക്കേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസസ് ഇൻ കേരള, കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ നിർമ്മിക്കണം. ഞാനിവിടെ ടൂറിസ്റ്റ് പ്ലേസസ് ഇൻ കേരള എന്നിവിടെ കൊടുക്കുന്നു. സോ എത്ര സ്ലൈഡുള്ള പ്രസന്റേഷൻ ആണ് നിർമ്മിക്കേണ്ടതെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ ജനറേറ്റ് ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ആ പ്രസന്റേഷന്റെ കണ്ടന്റുകൾ ഇത് തന്നെ ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, AI തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന കേരളത്തിലെ ബീച്ചുകളെ കുറിച്ചും അതേപോലെ തന്നെ ബാക്ക് വാട്ടേഴ്സ്, ഹിൽ സ്റ്റേഷനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ വൈൽഡ് ലൈഫിനെ പറ്റിയൊക്കെ പറയുന്ന കണ്ടന്റുകൾ ഇവിടെ വന്നിരിക്കുകയാണ്. സോ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. സോ അടുത്ത സ്റ്റെപ്പിൽ പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ നിരവധി സ്റ്റൈലുകളുണ്ട്. ഇതിൽ ഏത് സ്റ്റൈൽ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ 2 കൈകളും ഫ്രീ ആണ്. ഇപ്പം
PPT അഥവാ പ്രസന്റേഷൻ നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് സ്ലൈഡ് അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് പ്ലേസസ് ഇൻ കേരള, കോസ്റ്റ് ടു ഹൈലാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ ഒക്കെ അത് കണ്ടെത്തി. ഇതേപോലെ തന്നെ ഇതിനകത്ത് ഇമേജുകളൊക്കെ ഇപ്പോൾ ലോഡാവും. ഓക്കെ, അത് അവിടെ ഹൗസ് ബോട്ടിന്റെ പടമൊക്കെ AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു. രണ്ടാമത്തെ സ്ലൈഡിലേക്ക് അത് കടന്നു. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അത് നിർമ്മിക്കുന്നത് നോക്കിയേ. ദ കോസ്റ്റൽ ലൈൻ, ബീച്ചസ് ആൻഡ് ട്രേഡ് വിൻഡ്സ്, അതായത് കേരളത്തിലെ ബീച്ചുകളെ കുറിച്ച് പറയുന്ന കോവളം ബീച്ചും കൊച്ചിയിലെ ബീച്ചിനെ പറ്റിയും ഒക്കെ ഇവിടെ ആ പ്രസന്റേഷൻ നിർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ബീച്ചിന്റെ പടവും എല്ലാം AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു. സോ അടുത്ത സ്റ്റെപ്പ് വെനീസ് ഓഫ് ദി ഈസ്റ്റ്, കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയെ പറ്റിയും അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളെ പറ്റിയൊക്കെയുള്ള പ്രസന്റേഷൻ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ലൈഡിലേക്ക് കടന്നു. സോ ഇങ്ങനെ ഓരോ സ്ലൈഡുകളും മനോഹരമായിട്ടത് നിർമ്മിച്ചു തരുന്നു. അതും AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാഴ്ചക്കാരായിട്ട് ഇരുന്നാൽ മാത്രം മതി. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നിർമ്മിച്ചു തരുന്ന പ്രസന്റേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 100% നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇമേജിന് പകരം വേറെ ഇമേജ് വെക്കാം. ഈ തരുന്ന കണ്ടന്റിനും എഡിറ്റ് ചെയ്ത് നമുക്ക് വേറെ കണ്ടന്റ് കൊടുക്കാൻ സാധിക്കും. സോ ഇതാണ് ആക്ച്വലി ഈ ഗാമ എന്ന് പറയുന്ന ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ നിർമ്മിക്കണമെങ്കിൽ ഒന്നേന്നൊരു PPT എടുത്ത് നിർമ്മിക്കേണ്ട ആവശ്യമില്ല. ഈ ടൂള് തന്നെ നമുക്ക് നിർമ്മിച്ചു തരുന്നത്. ഇപ്പം നിർമ്മിച്ചു തന്ന പ്രസന്റേഷനാണ് ഞാനിപ്പോൾ ഇവിടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷവും ഈ ഒരു PPT നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അപ്പം ഒരു പ്രസന്റേഷൻ നിർമ്മിക്കാൻ നമ്മൾ Gamma.app ഉപയോഗിക്കുക. ഇനി ഇപ്പം ഞാൻ ഇവിടെ ഒരു സിമ്പിൾ കമാൻഡ് കൊടുത്ത് ശൂന്യതയിൽ നിന്നാണല്ലോ നിർമ്മിച്ചത്. സോ ചില അവസരങ്ങളിൽ നമുക്ക് ഇതായിരിക്കത്തില്ല വരുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനെ നല്ലൊരു പ്രസന്റേഷൻ ആക്കി തരിക എന്നുള്ളതായിരിക്കും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ കേസിലും ഇതേ ടൂൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. സോ നമ്മുടെ ഈ ഒരു ടൂളിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ ബാക്ക് അടിച്ച് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് വരികയാണ്. സോ അവിടെ 4 ഓപ്ഷൻസ് നിങ്ങൾ കണ്ടായിരുന്നു. അതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കണ്ടന്റിൽ നിന്ന് പ്രസന്റേഷൻ നിർമ്മിക്കുക എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ്, പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. ഈ 3, 4 എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് ഉണ്ട്, ഓൾറെഡി സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനകത്ത് നിർമ്മിക്കുന്നത്. നാലാമത്തത് നമ്മുടെ കയ്യിൽ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ പ്രസന്റേഷൻ ആക്കി മാറ്റണമെങ്കിലൊക്കെ സാധിക്കും. സോ ഈ ഒരു സ്റ്റെപ്പിൽ പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിനകത്താണെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഓക്കെ, സോ എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റേഷൻ നിർമ്മിച്ചു തരാൻ വേണ്ടി സ്റ്റൈൽ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ കൊടുത്ത കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് പ്രസന്റേഷൻ നിർമ്മിച്ചു തരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ, ഈ ഒരു ടൂൾ ഓർത്തിരിക്കാൻ നമ്മുടെ വാസ്കോ ഡ ഗാമ ഓർത്താൽ മതി. Gamma.app എന്ന് പറയുന്ന ടൂൾ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ പെയ്ഡ് വേർഷനൊക്കെ ഒരുപാട് പ്രസന്റേഷൻ നിർമ്മിക്കണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം പ്രസന്റേഷൻ അല്ലാതെ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഇത് മൊബൈലിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് AI ടൂളാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു AI ടൂൾ കണ്ടാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. സോ രണ്ടാമത്തെ ടൂളിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു പ്രസന്റേഷൻ നിർമ്മിക്കുന്ന AI ടൂളാണ്. യെസ്, റെഡിയാണ്. സോ രണ്ടാമത്തെ ടൂൾ നിങ്ങൾ പലരും ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ChatGPT എന്ന് പറയുന്ന ടൂളാണ്. ChatGPTയുടെ ബേസിക്സിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് ഓൾറെഡി വന്നിട്ട് തന്നെ 2-3 വർഷമായി. സോ ChatGPTയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മാസ്റ്റർ പ്രോംപ്റ്റുകളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്താണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം AI ടൂളുകളിലേക്ക് നമ്മൾ സിമ്പിൾ കമാൻഡ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആൻസർ തരുന്നത്. സോ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചില കമാൻഡ്സ് നമുക്കൊന്ന് നോക്കാം. ChatGPTയിലേക്ക് നമ്മൾ കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ChatGPT ഓപ്പൺ ചെയ്ത് നമുക്കതിൽ കമാൻഡ് കൊടുക്കാം. ChatGPT ഇനിയും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലാത്തവർ യൂസ് ചെയ്ത് തുടങ്ങുക. നമുക്ക് ആവശ്യമുള്ള എന്ത് കണ്ടന്റും ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കണ്ടെത്താനും ഒക്കെ നമുക്ക് ChatGPT ഉപയോഗിക്കാം. ChatGPT.com എന്ന സൈറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഓക്കെ, ChatGPT.com എന്ന സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ ഇതിലേക്ക് വന്ന് നമുക്കിവിടെ പ്രോംപ്റ്റ് അഥവാ കമാൻഡ് ഇവിടെ കൊടുക്കാം. സോ ആദ്യത്തെ കമാൻഡ് അഥവാ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്, സോ നമുക്ക് ഇതിനോട് തന്നെ പ്രോംപ്റ്റുകളുടെ പ്രോംപ്റ്റ് ചോദിക്കാം എന്നുള്ളതാണ്. പ്രോംപ്റ്റ് നമ്പർ 1 അഥവാ മാസ്റ്റർ പ്രോംപ്റ്റ് 1 എന്ന് പറയുന്നത്, ലിസ്റ്റ് ഔട്ട് 100 ChatGPT പ്രോംപ്റ്റ്സ് ഫോർ എ ഇന്റീരിയർ ഡിസൈൻ കമ്പനി ഇൻ മലയാളം. മലയാളത്തിൽ നമുക്ക് 100 പ്രോംപ്റ്റുകൾ എഴുതിത്തരാൻ ആവശ്യപ്പെടുന്നു. എന്തിനെ കുറിച്ച്? ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയെ കുറിച്ച്. ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ചാണ് എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളത് ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനി അല്ല, നിങ്ങളുടെ ഒരു ട്രാവൽ ഏജൻസി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്റീരിയർ ഡിസൈൻ എന്നുള്ളത് മാറ്റി എന്താക്കുക, ട്രാവൽ ഏജൻസി എന്നാക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ഇൻഷുറൻസ് ഏജൻസി ആണെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ കമ്പനി എന്നുള്ളത് മാറ്റി ഇൻഷുറൻസ് ഏജൻസി എന്നാക്കുക. ഓക്കെ, സോ ഓക്കെ, അപ്പൊ ലിസ്റ്റ് ഔട്ട് 100 ChatGPT പ്രോംപ്റ്റ്സ് ഫോർ എ ഇന്റീരിയർ ഡിസൈൻ കമ്പനി എന്നുള്ള പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. എൻ്റർ അടിച്ചു. ഇപ്പൊ ഇവിടെ മലയാളത്തിൽ എനിക്ക് പ്രോംപ്റ്റ് എഴുതിത്തരും. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ കമാൻഡുകൾ എഴുതിത്തരും.
ഇന്റീരിയർ ഡിസൈൻ കമ്പനിക്കായി 100 ചാറ്റ് ജി പി ടി പ്രോംപ്റ്റുകൾ. ആദ്യത്തെ പ്രോംപ്റ്റ് ഇതാണ്: ഞങ്ങളുടെ ഇന്റീരിയർ ഡിസൈൻ കമ്പനിക്കായി ആകർഷകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മലയാളത്തിൽ എഴുതി തരിക. ഓക്കെ, ഇത് ചോദിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ കമ്പനിയെ കുറിച്ച് എഴുതി തരും. പുതിയ വീട് നിർമ്മിക്കുന്നവരെ ലക്ഷ്യമാക്കി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എഴുതുക. ഓക്കെ, നമ്മുടെ മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് എഴുതിക്കാൻ ഈ ഒരു കമാൻഡ് കൊടുത്താൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഉണ്ടാക്കി തരും. ഓക്കെ, ബജറ്റിൽ മനോഹരമായ ഇന്റീരിയർ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പോസ്റ്റ് എഴുതുക. ഓക്കെ, പഴയ വീടിനെ മോഡേൺ ലുക്കിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചൊരു പോസ്റ്റ് തയ്യാറാക്കുക. സോ ഇങ്ങനെ തുടങ്ങി നമുക്ക് മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ളതും നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ളതും നിരവധി പ്രോംപ്റ്റുകൾ നമുക്ക് ഇവിടെ പറഞ്ഞു തരും. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഈ ഒരു ടൂള് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് ഈ ഒരൊറ്റ പ്രോംപ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ആ വരുന്ന പ്രോംപ്റ്റുകൾ ഓരോന്നും എടുത്ത് അപ്ലൈ ചെയ്ത് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മാർക്കറ്റിങ്ങോ കണ്ടന്റോ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പ്രോംപ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം മാസ്റ്റർ പ്രോംപ്റ്റ് 1 എന്ന് പറയുന്നത് നമുക്ക് ചാറ്റ് ജി പി ടിയോട് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ചോദിക്കാൻ പറ്റുന്ന 100 പ്രോംപ്റ്റുകൾ ഇങ്ങനെ എഴുതി തരാൻ ആവശ്യപ്പെടാം. ഓക്കെ, സോ ഇനി രണ്ടാമത്തെ മാസ്റ്റർ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ബിസിനസ് ഉണ്ടാവണമെന്നില്ല. ബിസിനസ് ഇല്ലാത്തവർ എങ്ങനെ ഈ ചാറ്റ് ജി പി ടി പ്രയോജനപ്പെടുത്തും, അല്ലെങ്കിൽ അവിടെ ചോദിക്കാൻ പറ്റിയ ചോദ്യം എന്താണ്? സോ അതാണ് രണ്ടാമത്തെ മാസ്റ്റർ പ്രോംപ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സോ രണ്ടാമത്തെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഓൺലൈൻ മണി മേക്കിങ്ങിനെ കുറിച്ച് നമുക്ക് ഇതിനോട് പ്രോംപ്റ്റ് എഴുതി തരാൻ ആവശ്യപ്പെടാം. ഓക്കെ, മാസ്റ്റർ പ്രോംപ്റ്റ് 2: ലിസ്റ്റ് ഔട്ട് 100 ചാറ്റ് ജി പി ടി പ്രോംപ്റ്റ്സ് ഫോർ ഓൺലൈൻ മണി മേക്കിംഗ് ഇൻ മലയാളം. ഓക്കെ, സോ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള 100 പ്രോംപ്റ്റുകൾ എഴുതി തരാൻ ആവശ്യപ്പെടുന്നു. ഓക്കെ, നമുക്കിതൊന്ന് ചോദിച്ചു നോക്കാം. അത് എന്ത് മറുപടിയാണ് തരുന്നത് നോക്കാം. ഇൻ മലയാളം എന്ന് അവസാനം കൊടുക്കുകയാണെങ്കിൽ മലയാളത്തിൽ തന്നെ ആൻസർ തരും. ഓക്കെ, ഓൺലൈൻ മണി മേക്കിങ്ങിനായി 100 ചാറ്റ് ജി പി ടി പ്രോംപ്റ്റുകൾ. ഓക്കെ, ഓൺലൈൻ വരുമാന ആശയങ്ങൾ. എൻ്റെ കഴിവുകൾ പരിഗണിച്ച് എനിക്ക് അനുയോജ്യമായ 10 നിയമാനുസൃത ഓൺലൈൻ മണി മേക്കിംഗ് മാർഗങ്ങൾ നിർദ്ദേശിച്ചു തരിക. തുടക്കക്കാർക്ക് കുറഞ്ഞ നിക്ഷേപത്തിൽ ആരംഭിക്കാൻ പറ്റുന്ന 20 ഓൺലൈൻ ബിസിനസ് ആശയങ്ങൾ നൽകുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ 20 ആശയങ്ങൾ ഇത് പറഞ്ഞു തരും. അതുപോലെ തന്നെ 5000 രൂപയിൽ താഴെ നിക്ഷേപത്തിൽ ആരംഭിക്കാൻ പറ്റുന്ന ഓൺലൈൻ ബിസിനസ് ആശയങ്ങൾ നിർമ്മിക്കുക. ഓക്കെ, തുടക്കക്കാർക്ക് അനുയോജ്യമായ 10 ഫ്രീലാൻസിങ് സ്കില്ലുകൾ നിർദ്ദേശിക്കുക. ഓക്കെ, സോ വീഡിയോ എഡിറ്റിംഗ് വഴി ഫ്രീലാൻസിങ് വരുമാനം നേടാനുള്ള സമ്പൂർണ്ണ പ്ലാൻ എഴുതി തരിക. ഇങ്ങനെ തുടങ്ങി അതേപോലെ തന്നെ യൂട്യൂബിനെ പറ്റിയും പറയുന്നുണ്ട്. മലയാളം യൂട്യൂബ് ചാനലിനായി 20 ലാഭകരമായ ആശയങ്ങൾ നിർദ്ദേശിക്കുക. ഓക്കെ, ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഏത് കണ്ടന്റ് വെച്ചിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, ഇതിന് പറ്റിയ ഒരു 20 ആശയങ്ങൾ തരാൻ പറയുന്നു. അപ്പൊ അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൂടെ ആശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അതിനെ പിൻപറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സോ ഇതാണ് മാസ്റ്റർ പ്രോംപ്റ്റ് 2 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി മാസ്റ്റർ പ്രോംപ്റ്റ് 3യിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. മൂന്നാമത്തെ പ്രോംപ്റ്റ് എന്താണ്? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഇപ്പൊ നമ്മളിപ്പോൾ ചാറ്റ് ജി പി ടിയോട് മാസ്റ്റർ പ്രോംപ്റ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, റെഡിയാണ്. മൂന്നാമത്തെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് മാർക്കറ്റിംഗ് പ്ലാനും എഴുതാൻ ഇതിനോട് ആവശ്യപ്പെടാം. അപ്പൊ അതായത് നമ്മളിപ്പം നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ടായിരിക്കും, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലില്ലേ? പക്ഷെ അത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവത്തില്ല. സോ ആ സാഹചര്യത്തിൽ നമ്മളൊരു മാർക്കറ്റിംഗ് എക്സ്പെർട്ടിനെ കണ്ട് അവർക്ക് പൈസ കൊടുത്ത് അവരുടെ സമയമൊക്കെ കണ്ടെത്തിയായിരിക്കും നമ്മളത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതിന് പകരം ചാറ്റ് ജി പി ടിയോട് ഞാൻ അടുത്ത പറയുന്ന പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്കറ്റിംഗ് പ്ലാനും കിട്ടും. അതാണ് മൂന്നാമത്തെ പ്രോംപ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് മാർക്കറ്റിംഗ് പ്ലാൻ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി എഴുതി തരാൻ ആവശ്യപ്പെടുക. ഓക്കെ, മാസ്റ്റർ പ്രോംപ്റ്റ് 3: ക്രിയേറ്റ് എ കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാൻ ഫോർ അവർ പ്ലൈവുഡ് മാനുഫാക്ചറിങ് കമ്പനി ഇൻ മലയാളം. ഓക്കെ, സോ പ്ലൈവുഡ് മാനുഫാക്ചറിങ് കമ്പനി ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുടെ ബിസിനസ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് കൊടുക്കുക. അതല്ല, നിങ്ങളുടെ ഒരു ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ ഇൻഷുറൻസ്, അങ്ങനെ മാറ്റി കൊടുക്കുക. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. ക്രിയേറ്റ് എ കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാൻ ഫോർ അവർ പ്ലൈവുഡ് മാനുഫാക്ചറിങ് കമ്പനി ഇൻ മലയാളം. മലയാളത്തിൽ എഴുതി തരാൻ ആവശ്യപ്പെടുന്നു നമ്മുടെ കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാനും. എഴുതി തന്നു. ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ്. പ്ലൈവുഡ് ഡീലേഴ്സ് ആണ് നിങ്ങളുടെ ടാർഗറ്റിൽ ഒരാൾ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്ന ആൾക്കാർ, ഫർണിച്ചർ ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നവർ, കോൺട്രാക്ടേഴ്സ്, ബിൽഡേഴ്സ്, ആർക്കിടെക്ട്സ്, മോഡുലാർ കിച്ചൺ ഉണ്ടാക്കുന്ന ഇവരൊക്കെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് വ്യക്തമായിട്ട് ഇത് പറഞ്ഞു തരുന്നു. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിത് മാർക്കറ്റ് ചെയ്യുന്നതിനെ പറ്റി വെബ്സൈറ്റ് ഉണ്ടാക്കി വെബ്സൈറ്റിലൂടെ മാർക്കറ്റ് ചെയ്യാൻ ഇത് ആവശ്യപ്പെടുന്നു. വെബ്സൈറ്റിന് എന്തൊക്കെ പേജുകൾ വേണം എന്നത് ഉൾപ്പെടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ പേജുകളാണ് നിങ്ങൾക്ക് വെബ്സൈറ്റിന് ഉണ്ടാക്കുന്നത്,
അതുപോലെ തന്നെ SEO ചെയ്യാൻ പറയുന്നു. അപ്പൊ SEO എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. SEO എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പം വാട്ട് ഈസ് SEO എക്സ്പ്ലെയിൻ ഇൻ മലയാളം എന്ന് ചോദിക്കുകയാണെങ്കിൽ SEO എന്താണെന്ന് മലയാളത്തിൽ തന്നെ ഇത് പറഞ്ഞു തരും. ഓക്കെ, SEO എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ്. അതായത് ഗൂഗിളിൽ വന്ന് ആൾക്കാർ സെർച്ച് ചെയ്യുമല്ലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് ഇൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് സെർച്ചിൽ മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബിസിനസ് ലഭിക്കും. അപ്പൊ ഗൂഗിൾ സെർച്ചിൽ മുകളിൽ ഏറ്റവും മുകളിൽ എത്തിക്കുന്ന സംവിധാനമാണ് യഥാർത്ഥത്തിൽ SEO അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ആ സംഗതി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്നാണ് ആക്ച്വലി ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാനിൽ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈലിനെ പറ്റി പറയുന്നു. അതായത് ഗൂഗിളിൽ ഇതേപോലെ നമ്മുടെ മാപ്പിനകത്ത് നമ്മുടെ ബിസിനസ് ലിസ്റ്റിംഗ് വരണം. ഓക്കെ, നമ്മുടെ ലൊക്കേഷനിനെ ബേസ് ചെയ്തിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യുന്നു, ഒരു സ്ഥാപനം സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ സർവീസ് ഇൻ ട്രിവാൻഡ്രം എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗൂഗിൾ മാപ്പിൽ ലിസ്റ്റ് ചെയ്യുകയും ആ ഗൂഗിൾ മാപ്പിനകത്ത് നമ്മൾ ഉണ്ടാവുകയും സെർച്ചിൽ മുകളിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബിസിനസ് ലഭിക്കുകയും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഷോപ്പിലേക്ക് വരികയും ചെയ്യും. അതിനാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ മാർക്കറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മാർക്കറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് നേടിയെടുക്കാം, ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് ചെയ്യാം. ഇങ്ങനെ കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാൻ ഇവിടെ പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മളിപ്പം മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറും 10% മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. 90% ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരൊറ്റ പ്രോംപ്റ്റിനകത്തു നിന്നുള്ള ഔട്ട്പുട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഓരോന്ന് ക്രമേണ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാതെ പക്ഷെ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരിക്കും. ഈ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. സോ നമ്മുടെ ബിസിനസ് ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് പ്ലാനും ഇതിലൂടെ പറഞ്ഞു തരുന്നതാണ്. ഇനി ChatGPT മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം? ഒരുപാട് കാര്യങ്ങൾക്ക് ChatGPT ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ ഹോംവർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നവർ റിസർച്ച് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, കഥയും കവിതയൊക്കെ എഴുതുന്നവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കമാൻഡ് കൊടുത്തുകൊണ്ട് എഴുതിച്ച് പിന്നെ സ്വന്തം ഭാവനയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ കഥകളും കവിതകളും വരെ ChatGPT കൊണ്ട് എഴുതിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇവിടെ കൂടുതലും മാർക്കറ്റിംഗ് സൈഡിൽ ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് അവതരിപ്പിക്കുന്നത്. സോ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഫേസ്ബുക്കിൽ പോസ്റ്റുകളുണ്ട്. ഓക്കെ, അതിനുള്ള കണ്ടന്റ് നമുക്ക് ഇതിനെ കൊണ്ട് എഴുതിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടന്റ് എഴുതണമല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക് നമ്മളെടുത്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ആഡ്സ് എന്ന് പറഞ്ഞു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പല പോസ്റ്റുകളും ഷോർട്ട് ഇമേജ് അതേപോലെ തന്നെ വീഡിയോ, ഇത് കൂടാതെ ഇവിടെ ഇങ്ങനെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ഇതേപോലെ കാണാൻ സാധിക്കും. ഇത് ഫേസ്ബുക്ക് പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് നമ്മൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതുന്നതാണ്. ഇത് നമുക്ക് ChatGPT കൊണ്ട് എഴുതിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് എനിക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നിരിക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ ChatGPT തുറന്ന് അതിലേക്ക് ഇതേപോലെ ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് ടു പ്രൊമോട്ട് മൈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ടാർഗറ്റിംഗ് വർക്കിംഗ് പ്രൊഫഷണൽസിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ ഒരു പോസ്റ്റ് എഴുതി തരാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി തരും. ഓക്കെ, ഇതേ കമാൻഡ് ഞാൻ ഇവിടെ ഒന്ന് ChatGPT കൊടുക്കുകയാണ്. അതായത് എൻ്റെ കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി തരുന്നു, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് പ്രൊഫഷണൽസിനെ ടാർഗറ്റ് ചെയ്തത്. ഇതാ വന്നു കഴിഞ്ഞു, മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റ് അത് നിർമ്മിച്ചു തന്നു. ഓക്കെ, ജോലി ചെയ്യുന്നവർക്ക് ഇനി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എളുപ്പമാക്കാം, നല്ലൊരു ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നു. ഓഫീസിൽ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ, ക്ലയന്റുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ, ഇന്റർവ്യൂകളിൽ ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ, ഇനി വിഷമിക്കേണ്ട, ഞങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് നേടാൻ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാം, ശരിയായ സെന്റൻസ് ഫോർമേഷൻ, അതൊക്കെ ബുള്ളറ്റ് പോയിന്റ്സ് ഉൾപ്പെടെയാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം എന്ന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹാഷ്ടാഗുകൾ വരെ എഴുതി തന്നിരിക്കുന്നത്. എന്താണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്? അതായത് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഇടുന്ന പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ ഇതേപോലെ ഹാഷ് വെച്ചിട്ടുള്ള കീവേഡുകൾ കൊടുക്കണം. ഹാഷ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാഷ് ഇംഗ്ലീഷ് സ്പീക്കിംഗ്, ഹാഷ് വർക്കിംഗ് പ്രൊഫഷണൽസ്, ഇങ്ങനെയുള്ള വേർഡ്സ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ എഴുതി തന്നിരിക്കുന്നത്, ഒരു സിമ്പിൾ കമാൻഡ് കൊടുത്തപ്പോൾ. സോ അപ്പോൾ നമ്മൾ ഇതേപോലെ കണ്ടന്റ് എഴുതാൻ നമ്മൾ വേറൊരാൾക്ക് പൈസ കൊടുത്ത് നമ്മൾ വേറൊരാളെ ആശ്രയിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല, ഇവിടെ തന്നെ നമുക്ക് സിമ്പിൾ കമാൻഡ് കൊടുക്കുന്നു, അത് എഴുതി തരുന്നു. അതിനകത്ത് എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് തന്നെ മാറ്റം വരുത്തി നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിനെല്ലാം നമുക്ക് ChatGPT ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഇനിയും ChatGPT യൂസ് ചെയ്ത് തുടങ്ങാത്തവർ യൂസ് ചെയ്ത് തുടങ്ങുക, യൂസ് ചെയ്തിട്ടുള്ളവർ യഥാർത്ഥം ഈ മാസ്റ്റർ പ്രോംപ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്ത് അതിന്റെ റിസൾട്ടുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള പോസ്റ്ററുകളൊക്കെ നിർമ്മിക്കാൻ ശ്രമിച്ചാലോ AI ഉപയോഗിച്ചുകൊണ്ട്? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. പോസ്റ്ററുകൾ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് എങ്ങനെ? ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ? റെഡിയാണോ? യെസ്, റെഡിയാണ്. അതായത് ഈ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാനൊക്കെ നേരത്തെ ഫോട്ടോഷോപ്പ് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ 6 മാസം 1 വർഷമൊക്കെ ഇങ്ങനെ ഫോട്ടോഷോപ്പ് ഒക്കെ പഠിച്ച് ചെയ്യുന്നവർക്ക് മാത്രം ചെയ്യാമായിരുന്ന സംഗതികളൊക്കെ ഒരു മുൻപരിചയം ഇല്ലാത്തവർക്ക് ഇപ്പൊ AI വന്നപ്പോൾ സാധ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ പോസ്റ്റർ നിർമ്മിക്കുന്നത് നോക്കാം. അത് നിമിഷ നേരം കൊണ്ട് പോസ്റ്റർ ഉണ്ടാക്കുന്നത്. യെസ്, റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഓക്കെ, പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ജെമിനി എന്ന് പറയുന്ന AI ടൂൾ യൂസ് ചെയ്യാം. ഗൂഗിളിൻ്റെതാണ് ജെമിനി എന്ന് പറയുന്നത്. സോ നമ്മൾ ഗൂഗിൾ എടുത്ത് ജെമിനി എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ജെമിനിയുടെ ലിങ്ക് ആയിരിക്കും. ഇപ്പൊ ഞാനിവിടെ അതിന്റെ എക്സാമ്പിൾ ഇവിടെ കാണിക്കാം, ജെമിനി ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്ററുകൾ നിർമ്മിക്കുന്നത്. ഓക്കെ, ഗൂഗിളിൽ വന്നു, ഞാൻ ജെമിനി എന്ന് സെർച്ച് കൊടുക്കുകയാണ്. ഓക്കെ, gemini.google.com എന്ന ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ജെമിനിയുടെ ലിങ്ക് ആയിരിക്കും. ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ജെമിനിയുടെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. സോ ജെമിനി ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് പോസ്റ്റർ അല്ലെങ്കിൽ ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ക്രിയേറ്റ് ഇമേജ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം കമാൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കമാൻഡ് കൊടുത്ത് നോക്കാം. ഇപ്പൊ എനിക്ക് ഇവിടെയും ഒരു ഇൻഷുറൻസ് പോളിസി പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പോസ്റ്ററാണ് എനിക്ക് നിർമ്മിക്കേണ്ടത്. ഓക്കെ, ഒരു ഇൻഷുറൻസ് പോളിസി പ്രൊമോട്ട് ചെയ്യണം, അതിന് പറ്റിയ ഒരു പോസ്റ്റർ നിർമ്മിക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, എന്റെ കമാൻഡ് നോക്കിക്കോളൂ, ക്രിയേറ്റ് എ സോഷ്യൽ മീഡിയ പോസ്റ്റർ ടു പ്രൊമോട്ട് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്തണം എന്നുകൂടെ കൊടുക്കുന്നുണ്ട്. ഇൻ മലയാളത്തിലാണ് പോസ്റ്റർ നിർമ്മിക്കേണ്ടതെന്ന് കൊടുക്കുന്നു. യഥാർത്ഥം ഞാൻ ഈ കമാൻഡ് ഇപ്പൊ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്, ഇത് മലയാളത്തിൽ കൊടുത്താലേ ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അതായത് എനിക്കൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഫോൺ നമ്പർ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചു തരിക എന്ന് മലയാളത്തിൽ കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. ഓക്കെ, കമാൻഡ് ഞാൻ ഇവിടെ കൊടുത്തു, നെക്സ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പൊ ഇവിടെ പോസ്റ്റർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ പോസ്റ്റർ നമ്മൾ ശൂന്യതയിൽ നിന്ന് നിർമ്മിക്കുകയാണ്. ഒരു പോസ്റ്റർ ഉണ്ടാക്കണം, സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രൊമോഷന് വേണ്ടിയാണ്, ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയാണ്. വന്നു കഴിഞ്ഞു. ഓക്കെ, നിങ്ങളുടെയും കുടുംബത്തിനെയും സുരക്ഷിതമാക്കും. ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു നാളേക്കായി സമഗ്ര ഹെൽത്ത് ഇൻഷുറൻസ് കണ്ടോ, പ്രീമിയം സേവനങ്ങൾ, ക്യാഷ്ലെസ് സൗകര്യം, മികച്ച ചികിത്സ ഉറപ്പാക്കാം, എല്ലാ പ്രായക്കാർക്കും അനുയോജ്യം, ഇപ്പോൾ തന്നെ വിവരങ്ങൾക്കായി വിളിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത ഫോൺ നമ്പർ ഉൾപ്പെടെ വന്നിരിക്കുന്നു. കണ്ടോ, സോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കമാൻഡ് കൊടുത്തപ്പോൾ തന്നെ ഇത് പോസ്റ്റർ നമുക്ക് നിർമ്മിച്ചത്, നല്ലൊരു ഫാമിലിയുടെ പടമെല്ലാം വെച്ചുകൊണ്ട് പോസ്റ്റർ നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്നു. സോ ഇതാണ് ആക്ച്വലി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിൾ കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് പോസ്റ്റർ നിർമ്മിച്ചു തരും എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ ഇതിനകത്ത് മിസ്റ്റേക്ക് വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും കമാൻഡ് കൊടുക്കുക, മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് ആക്ച്വലി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഒന്നേന്നൊരു എന്താണ് ഒരു ഗ്രാഫിക് ഡിസൈനറെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ സിമ്പിൾ കമാൻഡ് കൊടുക്കുന്നു, പോസ്റ്റർ നിർമ്മിച്ചു തരുന്നു, അത് നമ്മുടെ പ്രൊമോഷൻസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇതിപ്പോൾ ഞാൻ സർവീസിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കും. ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് വെച്ച് തന്നെ നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. ഓക്കെ, ഇപ്പം പലർക്കും അങ്ങനെയുള്ള സാഹചര്യം വരും. സോ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്, അത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹണി പ്രോഡക്റ്റ് ആണ്, ഒരു തേനാണ് നമ്മൾ വിൽക്കുന്നതിരിക്കട്ടെ. ഓക്കെ, നമ്മുടെ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോ ആദ്യം നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്നിരിക്കട്ടെ. ഈ പ്രോഡക്റ്റുമായിട്ട് ഒരു മലയാളി യുവതി നിൽക്കുന്ന പോസ്റ്ററാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഫോൺ നമ്പറൊക്കെ ആ പോസ്റ്ററിൽ വേണം. ഇതാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇതുമായിട്ട് ഒരു മലയാളി യുവതി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്ററാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഉള്ള കമാൻഡ് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. കമാൻഡ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ അതിനകത്ത് എന്താണ് വേണ്ടത് എന്നുള്ളത് കൊടുക്കുക. അതേപോലെ തന്നെ മലയാളി യുവതി ഇതുമായിട്ട് നിൽക്കുന്നു എന്നുള്ള ആ ഒരു പോസ്റ്റർ തന്നെ നിർമ്മിച്ചു തരാൻ ഇതിനോട് ആവശ്യപ്പെടുക. ഓക്കെ, പ്രോംപ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഓക്കെ,
ഓക്കെ, അല്ലെങ്കിൽ ഒന്നേന്ന് വേണമെങ്കിൽ നമുക്ക് കമാൻഡ് നിർമ്മിക്കാം. ഓക്കെ, ഒന്നേന്ന് കമാൻഡ് തന്നെ നിർമ്മിക്കാം. ഞാൻ ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നേന്ന് ഞാൻ ഒരെണ്ണം നിർമ്മിക്കാം. ഓക്കെ, എന്താണ് ആക്ച്വലി നമുക്ക് നിർമ്മിക്കേണ്ടത്? ഞാൻ ഇവിടെ കൊടുക്കുന്ന കമാൻഡ് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇതേപോലെ പ്രോംപ്റ്റ് എഴുതാൻ സാധിക്കും. സോ ക്രിയേറ്റ് എ സോഷ്യൽ മീഡിയ പോസ്റ്റർ. ഓക്കെ, പോസ്റ്റർ ദാറ്റ് എ മലയാളി എ ബ്യൂട്ടിഫുൾ എന്ന് കൊടുക്കാം. എ ബ്യൂട്ടിഫുൾ മലയാളി ലേഡി showing the uploaded honey product. Okay, showing the uploaded honey product. അതായത് നമ്മൾ അതിന്റെ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മലയാളി ലേഡി ഇൻ ട്രഡീഷണൽ ഡ്രസ് എന്നൂടെ കൊടുക്കുന്നത്. ഇപ്പം നമ്മളൊരു ട്രഡീഷണൽ ഡ്രസ്സിലാണ്, മോഡേൺ ഡ്രസ്സിൽ വേണമെങ്കിൽ മോഡേൺ ഡ്രസ് എന്ന് കൊടുക്കാം. ഇനി ട്രഡീഷണൽ ഡ്രസ്സിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇതാണ് എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഈ കമാൻഡ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ഒരു ഇതിനകത്തേക്ക് കൊടുക്കാൻ പോവാണ്. കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രോഡക്റ്റ് കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യുക. എന്തിനാണ് പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്? ആ പ്രോഡക്റ്റുമായിട്ട് നിൽക്കാനല്ലേ പറയുന്നത്. ആ ഒരു ലേഡി ആ പ്രോഡക്റ്റുമായിട്ട് നിൽക്കാനാണ് പറയുന്നത്. അപ്പം നമ്മുടെ പ്രോഡക്റ്റിന്റെ ഇമേജും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇവിടെ കമാൻഡ് കൊടുക്കുക. കമാൻഡ് വളരെ സിമ്പിൾ ആണ്, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, കമാൻഡ് വളരെ സിമ്പിൾ ആണ്. ഒന്ന് ബാക്ക് അടിക്കാം. ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അത് ഇവിടെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസൈൻ ചെയ്യട്ടെ, ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ കമാൻഡ് കാണിക്കാം. ഓക്കെ, ക്രിയേറ്റ് എ സോഷ്യൽ മീഡിയ പോസ്റ്റർ ദാറ്റ് എ ബ്യൂട്ടിഫുൾ മലയാളി ലേഡി ഇൻ ട്രഡീഷണൽ ഡ്രസ് ഷോയിങ് ദ അപ്ലോഡഡ് പ്രോഡക്റ്റ് എന്നുള്ളതാണ്. ആ പ്രോഡക്റ്റ് എടുത്ത് കാണിക്കുന്ന ഒരു പോസ്റ്റർ നിർമ്മിച്ചു തരാൻ ആവശ്യപ്പെടുന്നു. ഇതാണ് സംഗതി എന്ന് പറയുന്നത്. ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. വന്നു കഴിഞ്ഞു. ഓക്കെ, ആരോഗ്യത്തിന് പ്രകൃതിയുടെ അമൃതം എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ആ പ്രോഡക്റ്റുമായിട്ട് ലേഡി നിൽക്കുന്ന പോസ്റ്റർ അല്ലേ, ആ സെയിം പ്രോഡക്റ്റുമായിട്ട് നിൽക്കുന്നതാണ്. കണ്ടോ, ശുദ്ധമായ തേൻ നിങ്ങളുടെ ആരോഗ്യത്തിന് സ്റ്റാൻഡേർഡ് ഹണി ലഭ്യമാണ്. ഓക്കെ, ഞാനിതിവിടെ ഡൗൺലോഡ് ചെയ്ത് സൂം ചെയ്ത് കാണിക്കാം. സോ ഇതാണ് ആക്ച്വലി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളൊരു സിമ്പിൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കി തരും. ഇതിനകത്ത് ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറും കൂടെ ഉൾപ്പെടുത്തി തരാൻ കമാൻഡിനകത്ത് ഉൾപ്പെടുത്തുക. ഫോൺ നമ്പർ ഉൾപ്പെടെ നമുക്ക് കിട്ടും. നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്ത അതേ പ്രോഡക്റ്റ് തന്നെയാണ് കയ്യിലിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി ഈ AI ടൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ടൂള് ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ എന്ത് ചെയ്യുക? ടൂൾ ഓപ്പൺ ചെയ്യുക, സിമ്പിൾ കമാൻഡ് കൊടുക്കുക, പോസ്റ്ററുകൾ നിർമ്മിക്കുക. അപ്പം ആർക്കും ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പം ഫേസ്ബുക്കിലൊക്കെ പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ പോസ്റ്ററുകൾ വെച്ച് പ്രൊമോട്ട് ചെയ്യാം. ഇനി വീഡിയോ വെച്ച് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കും. അപ്പൊ വീഡിയോ ഉണ്ടാക്കിയാലോ? ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ നിർമ്മിച്ചാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. വീഡിയോ നിർമ്മിക്കുന്നതിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. സിമ്പിൾ കമാൻഡ് കൊടുത്തുകൊണ്ട് വീഡിയോ നിർമ്മിക്കാൻ യെസ് റെഡിയാണ്. ഓക്കെ, വീഡിയോ നിർമ്മിക്കാനും നമുക്ക് ഈ ജെമിനി എന്ന് പറയുന്നത് ഈ ടൂൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അവിടെ വീഡിയോ ക്രിയേഷന് വേണ്ടിയിട്ട് വീഡിയോ ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെടുക. ഓക്കെ, സോ നമ്മുടെ ജെമിനി തന്നെ ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ജെമിനിയിൽ വന്ന് ഈ പ്ലസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ ക്രിയേറ്റ് വീഡിയോ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ഇമേജിന് പകരം ക്രിയേറ്റ് വീഡിയോ. ഈ ഓഗസ്റ്റ് 31 വരെ വീഡിയോ ക്രിയേഷന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏതാനും വീഡിയോസ് ഫ്രീ ആയിട്ട് തന്നെ നിർമ്മിക്കാൻ പറ്റും, പെയ്ഡ് പ്ലാൻ ഇല്ലാതെ തന്നെ. ഓക്കെ, വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിവിടെ കമാൻഡ് കൊടുക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തു നോക്കാം ഇതിനകത്ത്. ഓക്കെ, സോ എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ തന്നെ ഒരു എക്സാമ്പിൾ തന്നെ വീണ്ടും ഞാനിവിടെ കാണിക്കാം. ഓക്കെ, ഒന്നുകൂടെ നല്ലൊരു കമാൻഡ് കൊടുക്കാം. ഇനി മാവേലി വന്ന് സംസാരിക്കുന്നത് വേണമെങ്കിൽ മാവേലി വന്ന് സംസാരിക്കുന്നത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതായത് മാവേലിയാണ് വീഡിയോയിൽ വരേണ്ടത് എന്നുള്ളത് നമ്മുടെ കമാൻഡിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ കമാൻഡ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. സോ ക്രിയേറ്റ് എ വീഡിയോ സോ ദാറ്റ്
എ മലയാളി മാൻ സ്പീക്സ് അബൌട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻ മലയാളം. അതായത് മലയാളത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒരാൾ വന്ന് സംസാരിക്കണം. എന്താണ് സംസാരിക്കേണ്ടത്? ആരോഗ്യം നഷ്ടമായാൽ എല്ലാം നഷ്ടം. നിങ്ങളുടെ കുടുംബത്തിന് സുരക്ഷ നൽകാൻ ഇന്ന് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. ഇതാണ് ആക്ച്വലി അയാൾ വീഡിയോയിൽ വന്ന് പറയേണ്ടത്. ഞാൻ ഇതിൽ കമാൻഡിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വീഡിയോ ആണ് നിർമ്മിച്ചു തരേണ്ടതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു മലയാളി മനുഷ്യനാണ് വന്ന് സംസാരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി മലയാളത്തിലാണ് സംസാരിക്കേണ്ടത്. എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളതും നമ്മളിവിടെ മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഇവിടെ ഒന്ന് കമാൻഡായിട്ട് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുന്നു, അത് എൻ്റർ അടിക്കുന്നു. സോ ഇതിപ്പോൾ ഇവിടെ വീഡിയോ ക്രിയേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഔട്ട്പുട്ട് വരാൻ 2-3 മിനിറ്റ് സമയമെടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഞാൻ നിർമ്മിച്ചിട്ടുള്ള ഏതാനും ചില വീഡിയോകളുടെ എക്സാമ്പിൾസ് ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വന്ന ഇതിന്റെ റിസൾട്ട് തന്നെ നമുക്ക് കാണാം. ഇതേ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിർമ്മിച്ച ഏതാനും ചില വീഡിയോകളാണ് ഈ കാണുന്നത്. ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഗായ്സ്, ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ ജസ്ലി സാറിന്റെ ക്ലാസ്സിന് വേണ്ടി ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ? നോക്കി, ഈ വീഡിയോക്കകത്ത് ഞാൻ കൊടുത്ത കമാൻഡ് ഇതാണ്. സ്പൈഡർമാൻ ഒരു തെങ്ങി കയറുന്ന വീഡിയോ വേണം. അതിനകത്ത് അദ്ദേഹം ഇന്ന കാര്യം സംസാരിക്കണം, അയാൾ ഇന്ന കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ വീഡിയോ ആണ്. ഇത് നമുക്ക് ആനിമേഷൻ രൂപത്തിലുള്ള വീഡിയോ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതേപോലത്തെ നിർമ്മിച്ചത് ജസ്ലി സാറാണ്. 1 മിനിറ്റിനുള്ളിൽ AI ടൂൾ ഉപയോഗിച്ച്. അദ്ദേഹത്തിന്റെ പരിശീലനത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്കും AI വീഡിയോ സൃഷ്ടിക്കാൻ പഠിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ആനിമേഷൻ ക്യാരക്ടർ ആണെങ്കിൽ ക്രിയേറ്റ് ആൻ ആനിമേഷൻ വീഡിയോ എന്ന് നമ്മുടെ കമാൻഡിനകത്ത് ചേർക്കുക. ഓക്കെ, ഇനി രണ്ടുപേരും തമ്മിൽ സംഭാഷണമുള്ള വീഡിയോ ആണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ഇത് പോകുന്നടാ ചന്തേ പോണ് മുതലാളി. അപ്പൊ ഈ കേസിൽ രണ്ടുപേരുടെ സംഭാഷണം നമ്മുടെ കമാൻഡിൽ ഉൾപ്പെടുത്തണം. ആദ്യത്തെ ആൾ ഇന്ന കാര്യം സംസാരിക്കുന്നു, മറുപടിയായിട്ട് രണ്ടാമത്തെ ആൾ ഇന്ന കാര്യം സംസാരിക്കുന്നു എന്നുള്ളത്. ഒറിജിനലി ആള് വന്ന് സംസാരിക്കുന്ന വീഡിയോ ആണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതേപോലത്തെ. വെൽക്കം ടു കേരള. ദിസ് ഇസ് an AI generated video. ഇവിടെ റിയലിസ്റ്റിക് എന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ക്രിയേറ്റ് എ റിയലിസ്റ്റിക് വീഡിയോ, അതായത് ഒറിജിനൽ ആള് തന്നെയാണ് വരേണ്ടത് എന്നുള്ളതാണ് റിയലിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ചില ക്ലിപ്പുകൾ വരെ നമുക്ക് ഇവിടെ കമാൻഡ് കൊടുത്ത് നിർമ്മിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഓക്കെ, ഈ പുഴയിലൂടെ ജീപ്പ് ഓടിച്ച് പോകുന്നതും അതേപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിലെ ആ എഞ്ചിന്റെ ശബ്ദവും എല്ലാം AI തന്നെ നിർമ്മിച്ചു തന്നതാണ്. സിമ്പിൾ കമാൻഡ് കൊടുത്തപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണ്. ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള AI വീഡിയോകൾ ഈ ടൂളിനകത്ത് സിമ്പിൾ കമാൻഡ് കൊടുത്തുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കൊടുത്തതിന്റെ ഔട്ട്പുട്ട് വന്നു നോക്കാം. അതാ വന്നു കഴിഞ്ഞു. നമ്മുടെ വീഡിയോയുടെ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആരോഗ്യം നഷ്ടമായാൽ എല്ലാം നഷ്ടം. നിങ്ങളുടെ കുടുംബത്തിന് സുരക്ഷ നൽകാൻ ഇന്ന് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. അപ്പം ഓക്കെ, ഒരു സിമ്പിൾ കമാൻഡിൽ ലൈവായിട്ട് ഇപ്പം നിർമ്മിച്ച വീഡിയോ, അല്ലാതെ ഞാൻ നേരത്തെ നിർമ്മിച്ച് വെച്ച വീഡിയോ അല്ല. നിങ്ങളിത് ഇപ്പം ചെയ്ത് കാണിച്ചു. ആരോഗ്യം നഷ്ടമായാൽ എല്ലാം നഷ്ടം. നിങ്ങളുടെ കുടുംബത്തിന് സുരക്ഷ നൽകാൻ ഇന്ന് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. അപ്പം ഓക്കെ, സോ ഇതാണ് ആക്ച്വലി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലൊരു വീഡിയോ അല്ലാതെ ഒരു വീഡിയോ ക്രിയേറ്ററെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ പൈസയും കൊടുത്ത് ഇങ്ങനെ കാത്തിരിക്കണ്ടേ, അല്ലെങ്കിൽ അവർ ചെയ്തു തരുന്നവരെ കാത്തിരിക്കണ്ടേ. ഈ ചെയ്തു തന്നാലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇവിടെ നമ്മൾ സിമ്പിൾ കമാൻഡ് കൊടുക്കുന്നു, വീഡിയോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം ഈ ഒരു AI ടൂൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഇനി നമ്മുടെ സ്വന്തം ഫേസ് വെച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് നിർമ്മിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ സെൽഫി ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ആ സെൽഫി വെച്ചുകൊണ്ട് വീഡിയോ ഉണ്ടാക്കി തരാൻ പറഞ്ഞാലും ഇത് നിർമ്മിച്ചു തരും. സോ അങ്ങനെ നമുക്ക് ഇതിനകത്ത് സാധ്യമാണ്. നമ്മുടെ സെൽഫി ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ എക്സാമ്പിൾ കാണിക്കാം. സോ നിരവധി വീഡിയോകൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ, ഐസക് ന്യൂട്ടനുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ. ഓക്കെ, സോ ആ വീഡിയോയ്ക്കകത്ത് ഒരു സൈഡിൽ ഞാനായിരിക്കും, മറ്റേ സൈഡിൽ നമ്മുടെ ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടനാണ് മറ്റേ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പം അങ്ങനെയും നമുക്ക് വീഡിയോ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ആണ്. फ्लैट ले लो, नया बिल्डिंग है, ഇത് പരസ്യമാണ്. स्विमिंग पूल वाला बिल्डिंग है, फ्लैट ले लो. ഡിസ്കൗണ്ട് ബോൾ, ഡിസ്കൗണ്ട്. डिस्काउंट सर. ഇത് ഒരു സൈഡിൽ എൻ്റെ അവതാറാണ്, ഈ സൈഡിൽ ഐസക് ന്യൂട്ടൻ. ഓക്കെ, സോ അപ്പൊ ഇവിടെ ഈ സംഭാഷണം എല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ആപ്പിൾ തലയിൽ വീണപ്പോഴാണോ ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്? അതെ. ഇന്നായിരുന്നെങ്കിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തേനെ. അതും AI കൊണ്ട് എഡിറ്റ് ചെയ്ത് വൈറലാക്കുമായിരുന്നല്ലോ.
സോ ഇങ്ങനെയുള്ള വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ വന്ന് എന്തെങ്കിലും വീഡിയോ, ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ സംസാരിക്കുന്ന വീഡിയോ തന്നെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതിനോടൊപ്പം തന്നെ ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ടൂളും വീഡിയോ നിർമ്മിക്കാൻ വേണ്ടി അതായത് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടൂളാണ്. സോ യഥാർത്ഥ വീഡിയോ ക്രിയേഷൻ എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ടൂളാണ്. ഗൂഗിൾ ഫ്ലോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാനിവിടെ നിരവധി വീഡിയോസ് സിമ്പിൾ കമാൻഡ് കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതും എൻ്റെ അവതാർ വെച്ചിട്ട് നിർമ്മിച്ച വീഡിയോ ആണ്. ഞാൻ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കുന്ന വീഡിയോ. ഓക്കെ, സോ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് നിർമ്മിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ഓക്കെ, ഞാനിവിടെ ബുള്ളറ്റ് ഓടിച്ചു പോകുന്ന വീഡിയോ. ഓക്കെ, സോ എൻ്റെ അവതാർ ആ വണ്ടി ഓടിച്ചു പോകുന്നതായിട്ട് വേണം എന്ന് കൊടുത്തപ്പോൾ കിട്ടിയ വീഡിയോ ആണ് ആയി കാണുന്നത്. ഓക്കെ, ഇതേപോലെ നമുക്ക് വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കും. ഈസി ആയിട്ട് വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കും. സോ അപ്പം ഈ ടൂള് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഗൂഗിൾ ജെമിനി, അതോടൊപ്പം തന്നെ ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ടൂളും ഇതിനോടൊപ്പം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏതാനും വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കും. കൂടുതൽ വീഡിയോസ് നിർമ്മിക്കണമെങ്കിൽ ഇതിന്റെ മന്ത്ലി പ്ലാൻ എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് 300 രൂപയ്ക്കൊക്കെ ഉള്ള പ്ലാൻസ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് ഒരു മാസത്തേക്ക്. ഓക്കെ, അപ്പം ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ജെമിനി എന്നാണ് ഈ ടൂളിന്റെ പേര്. ജെമിനിയുടെ ടൂൾസ് നമുക്ക് സിമ്പിൾ കമാൻഡ് കൊടുത്തുകൊണ്ട് വീഡിയോസ് നിർമ്മിക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. റെഡി ആണെങ്കിൽ കമന്റ് ചെയ്യാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതും എങ്ങനെയാണ്, അതിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണ്. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേഷൻ പഠിച്ചാലുള്ള ഗുണം എന്താണ്? സോ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം കൂടുതൽ കസ്റ്റമേഴ്സിനെ എല്ലാ ദിവസവും കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് വീണ്ടും വരുമെന്നോ അല്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും റെഫർ ചെയ്ത് വരുമെന്നോ വിചാരിച്ച് നമ്മൾ ഇരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മൾ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എപ്പോഴും പുതിയ എൻക്വയറീസും പുതിയ കസ്റ്റമേഴ്സും വന്നുകൊണ്ടിരിക്കണം. സോ അതിന് ഞാൻ അടുത്ത പറയുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് പ്രയോജനപ്പെടും. ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഇതൊരു സർവീസ് ആയിട്ട് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, സോ എങ്ങനെയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് വർക്ക് ചെയ്യുന്നതും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇടയിൽ തള്ളി കയറി വരുന്ന ചില പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിന് പറയുന്നത് ആഡ്സ് എന്നാണ്. ഫേസ്ബുക്ക് ആഡ്സ് ഇതേപോലെ ആഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെ വരുന്ന അഡ്വർടൈസ്മെന്റുകളിൽ ചിലതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ് പറയുന്നത്. അതായത് അവിടെ എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ ഒക്കെ സെല് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ വെബ്സൈറ്റിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നത് ട്രാഫിക് ആണെന്ന് പറയും. വെബ്സൈറ്റ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ കടന്നു വരുന്നതിനാണ് വെബ്സൈറ്റ് ട്രാഫിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാഫിക് ആഡ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. ഓക്കെ ഓക്കെ, സോ എല്ലായ്പ്പോഴും ട്രാഫിക് ആഡ് ആയിരിക്കണമെന്നില്ല. ചില പരസ്യത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോം പൊങ്ങി വരികയും നമുക്ക് അവിടെ ഡേറ്റ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു 4-5 പോസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിനിടയിൽ പരസ്യം കയറി വരുന്നു. പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡേറ്റ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ അവർക്ക് ലഭിക്കുകയും അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അതിന് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പോപ്പപ്പ് വിൻഡോയിൽ ഡേറ്റ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അതാണ് ലീഡ് ജനറേഷൻ. അതായത് കസ്റ്റമർ എൻക്വയറീസ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ അവർ സബ്മിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അതാണ് ലീഡ് ജനറേഷൻ. ഇനി ചില തരത്തിലുള്ള ആഡുകളാണെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനാണ് വാട്സാപ്പ് ആഡ് എന്ന് പറയുന്നത്. നമ്മളാണ് പരസ്യം കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ പരസ്യത്തിൽ ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് വന്ന് നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകളും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. സോ ഇതേപോലത്തെ പരസ്യങ്ങൾക്കാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന സ്ഥലത്തുള്ള ഇന്ന ഏജ് ഗ്രൂപ്പിനിടയിലൊക്കെയുള്ള ആൾക്കാരിലേക്ക് തന്നെ ഈ പരസ്യം എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ന്യൂസ് പേപ്പർ ആഡുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ന്യൂസ് പേപ്പർ ആഡിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മളൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ പരസ്യം കണ്ട ഒരാൾ ഫോൺ നമ്പർ എടുത്ത് നമ്മളെ വിളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അവർക്ക് അതിൽ താല്പര്യമുണ്ടെന്ന്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ആ പരസ്യത്തിനകത്ത് അവർ ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം നോക്കിയാൽ പോലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തിരിച്ചറിഞ്ഞിട്ട് അവർ വീണ്ടും വീണ്ടും ആ പരസ്യം കാണിച്ച് നമുക്ക് ആ ഡേറ്റ കളക്ട് ചെയ്ത് തരാൻ ശ്രമിക്കും. മാത്രമല്ല കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേസമയം ന്യൂസ് പേപ്പർ ആഡിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന സ്ഥലം മാത്രം കാണിക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പുരുഷന്മാരെ മാത്രം കാണിക്കണം, സ്ത്രീകളെ മാത്രം കാണിക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് ഇതെല്ലാം സാധ്യമാണ്. എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതേപോലെയുള്ള ആഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരിക. അപ്പൊ ഞാനിവിടെ ജസ്ലി AL എന്ന് പറയുന്ന എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് പേജുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. പേജസ് ഓപ്ഷൻ എടുത്തു. ഈ പേജിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് പേജ് എന്ന് കാണാൻ പറ്റും. ക്രിയേറ്റ് പേജ് എന്ന് പറഞ്ഞാൽ
ഇപ്പൊ നമ്മുടെ ബിസിനസിന്റെ പേര് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ പേര് കൊടുത്തുകൊണ്ട് പേജ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് പേജ് ഉണ്ടാക്കിയിട്ടുള്ളവർ അത് തന്നെ നിലനിർത്തുക, പേജ് ഇല്ലാത്തവർ ഈ പേജസിൽ വന്ന് ക്രിയേറ്റ് പേജ് കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു ഇൻഷുറൻസ് ഏജൻസി ആണെന്നിരിക്കട്ടെ, അപ്പൊ ഗാലക്സി ഇൻഷുറൻസ് ആണ് സ്ഥാപനത്തിന്റെ പേരെങ്കിൽ ഇപ്പൊ ഗാലക്സി ഇൻഷുറൻസ് എന്നുള്ള പേര് നമുക്ക് അവിടെ കൊടുക്കാം. ഒരു റെസ്റ്റോറന്റ് ആണെങ്കിൽ ആ റെസ്റ്റോറന്റ് പേര് കൊടുക്കുക. സോ എന്ത് ബിസിനസ് ആണോ ആ ബിസിനസിന്റെ ആ ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ പേര് ഇവിടെ കൊടുക്കുക. നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കവർ പിക്ചർ കൂടെ അപ്ലോഡ് ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്കത് നമ്മൾ ക്യാൻവ എന്ന് പറയുന്ന ടൂളിൽ നിർമ്മിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ നിർമ്മിക്കുന്ന പേജിനകത്തേക്ക് നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മുടെ ബിസിനസ്സിന് പറ്റിയ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇനി മറ്റൊരാൾക്ക് അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പേജ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു ബിസിനസ്സുകാർക്ക് നമ്മൾ ഇതേപോലെയുള്ള പ്രൊമോഷൻ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പേജ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്നിട്ട് അത് പ്രൊമോട്ട് ചെയ്യാം. ആ പേജിനകത്ത് പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാം. നോക്കി, ഇത് നമ്മുടെ കമ്പനിയുടെ പേജിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്നുള്ള ഈ ഒരു പേജിനകത്തേക്ക് പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. നോക്കി, ഓരോ പോസ്റ്റിന്റെ അടിയിൽ കണ്ടോ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പേജിലാണ് പോസ്റ്റുകൾ ഇടുന്നതെങ്കിൽ പേജിനകത്ത് ഇടുന്ന പോസ്റ്റുകളുടെ അടിയിൽ ഇത് ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് ഇത് എത്തിക്കുന്നതാണ് ബൂസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ പോസ്റ്റിന്റെ അടിയിൽ ബൂസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ സർവീസ് എന്താണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് അതിന്റെ പോസ്റ്റുകൾ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടോ പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റിന്റെ അടിയിലും ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഞാൻ അതിന്റെ സ്റ്റെപ്സ് ഒന്ന് ഇവിടെ കാണിക്കാം. നമ്മൾ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ലൊക്കേഷനും ഏജ് ഗ്രൂപ്പും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഏത് സ്ഥലത്തുള്ള ആൾക്കാരെ കാണിക്കണം, എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ കാണിക്കണം, അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെയാണ് ഈ പരസ്യം കാണിക്കേണ്ടതെന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ, മെൻ ഓർ വിമൻ, പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ പരസ്യം കാണിക്കുന്നത്, അത് രണ്ട് കൂട്ടരെയും പരസ്യം കാണിക്കണമോ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പ്, എത്ര വയസ്സിനിടയിലുള്ള ആൾക്കാരിലേക്ക് ഈ പരസ്യം എത്തണം. അതുകൂടാതെ ഏത് സ്ഥലത്തുള്ള ആൾക്കാരെ കാണിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ചാലക്കുടിയിലുള്ള ആൾക്കാരെ കാണിക്കണം. ഈ ഒരു മാപ്പിനകത്ത് ഞാൻ ചാലക്കുടി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ചാലക്കുടി എന്ന് പറയുന്ന ലൊക്കേഷൻ എനിക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ആ സെലക്ട് ചെയ്ത ലൊക്കേഷൻ ചുറ്റും സർക്കിൾ വന്നിരിക്കുന്നുണ്ടോ? ഈ സർക്കിളിന്റെ വലിപ്പം എനിക്ക് ഇങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു പിൻകോഡ് മാത്രം മതിയെങ്കിൽ ആ പിൻകോഡ് എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ 695-013 വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തിന് പിൻകോഡ് ആവുന്നത്. ഓക്കെ, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്ന ലൊക്കേഷൻ മാത്രം ടാർഗറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ഇതേപോലെ നമുക്കൊരു പിൻകോഡോ അല്ലെങ്കിൽ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ചുറ്റളവ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കേരളം ഫുള്ള് പരസ്യം കാണിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ സൈഡിൽ വന്ന് കേരള എന്ന് കൊടുക്കാം. ഓക്കെ, കേരള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് സെലക്ട് ആയി. ഇനി അതിൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് UAE പരസ്യം ചെയ്യണം അല്ലെങ്കിൽ ദുബായിൽ പരസ്യം ചെയ്യണം. ഇവിടെ വന്ന് UAEയോ അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനോ അല്ലെങ്കിൽ ദുബായിന്നോ ഏത് സെർച്ച് ആണോ കൊടുക്കുന്നത് ആ ലൊക്കേഷൻ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യപ്പെടും, അതവിടെ സെലക്ട് ചെയ്യപ്പെടും. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം മാത്രം കാണിക്കണമെങ്കിൽ അത് പറ്റും, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളോ ഏത് സ്ഥലം വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും പരസ്യം കൊടുക്കാൻ നമുക്ക് ഇതിലൂടെ സാധ്യമാണ് എന്നുള്ളതാണ്. ഇനി ഇതുകൊണ്ട് തീരുന്നില്ല, ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ബിസിനസ്സുകാരെയാണ് പരസ്യം കാണിക്കുന്നത്. ഇവിടെ ബിസിനസ് ഓണർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ തന്നെ ഇത് തെരഞ്ഞു പിടിച്ച് പരസ്യം കാണിക്കും. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ളവർക്കാണ് അപ്പോൾ ഇൻഷുറൻസ് ഉണ്ട്. ഇനി അതല്ല നമുക്ക് വെൽനെസ് താല്പര്യമുള്ള ആൾക്കാരെ, ഇപ്പൊ നമ്മൾ ജിംനേഷ്യമാണ് നടത്തുന്നത്, അപ്പൊ വെൽനെസ്സിലും ഹെൽത്തിലും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരെ കാണിക്കും. അപ്പൊ വെൽനെസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ വെൽനെസ്സിൽ താല്പര്യമുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ആൾക്കാരുടെ താല്പര്യങ്ങളും ജോലിയും വിദ്യാഭ്യാസവും ഒക്കെ വെച്ച് നമുക്കിവിടെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇത് സേവ് ചെയ്യുവാണെങ്കിൽ വേറൊരു പരസ്യം ചെയ്യുമ്പോൾ ഇത്രയും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് എന്ത് ചെലവ് വരും? ഇത് നമ്മൾ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആണ്. ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് മിനിമം ചാർജ് വെറും 95-96 രൂപയിൽ ആരംഭിക്കുന്നു. ഒരു ദിവസത്തേക്ക് 95-96 രൂപ കൊടുത്ത് നമുക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പ്രൊമോഷൻ ചെയ്യാൻ സാധിക്കും. ഇത് വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന എൻക്വയറീസും ലീഡും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ 200 രൂപ കൊടുത്ത് നമ്മളിപ്പോൾ 5 ദിവസത്തേക്ക് പരസ്യം ചെയ്യണം. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ഇവിടെ 5 ദിവസം കൊടുക്കുക. എന്ന് മുതൽ എന്ന് വരെയാണ് ഈ പരസ്യം ഓടേണ്ടത്, ഒരു ദിവസം എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്, അത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 200 രൂപ വെച്ച് 5 ദിവസത്തേക്ക് 1000 രൂപ മുടക്കി പരസ്യം ചെയ്യും. അതിലേക്ക് പൈസ അടയ്ക്കാൻ ഇവിടെ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ആക്റ്റീവ് ആകുമ്പോൾ ഇത് റൺ ആവുകയും നമ്മുടെ ഉദ്ദേശിച്ച ലൊക്കേഷനിലുള്ള ആൾക്കാരിലേക്ക് എത്തി അതിൽ നമുക്ക് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു പരസ്യം ആൾക്കാർ കാണുന്നതിന് മുമ്പ് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്, ആൾക്കാർ എങ്ങനെയാണ് ഇത് കാണുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ അടിയിലുള്ള ബട്ടൺ എന്താണ്, വാട്സാപ്പ് ബട്ടൺ ആണോ,
കോൾ വരുന്ന ബട്ടണാണോ അതോ നമുക്ക് മെസ്സേജ് വരുന്ന ബട്ടണാണോ, ഏത് ടൈപ്പിലുള്ള ബട്ടൺ വേണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മെസ്സഞ്ചറിലേക്കാണ് എൻക്വയറീസ് വരേണ്ടതെങ്കിൽ നമ്മൾ ഈ ഒരു ബട്ടൺ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് മെസ്സഞ്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെസ്സഞ്ചറിലായിരിക്കും എൻക്വയറി വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് വരണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് വരണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഫോൺ കോൾ വേണമെങ്കിൽ ഫോൺ കോൾ സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്ന ടൈപ്പ് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഈ രീതിയിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാണുന്നവർ എങ്ങനെ പ്രതികരിക്കണം, ഏത് മീഡിയത്തിലൂടെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിനാണ് ആക്ച്വലി ഇത് പബ്ലിഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആക്റ്റീവായി ഇത് റൺ ആവുകയും ചെയ്യും. ഇതിനാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ പേജിനകത്ത് ഇട്ടിട്ട് അത് ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് ബിസിനസ് കണ്ടെത്തുന്നതാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഫേസ്ബുക്കിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇതേപോലെ പോസ്റ്റ് ഇട്ടിട്ട് ബൂസ്റ്റ് ചെയ്ത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള കൃത്യമായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിച്ച് നമുക്ക് ബിസിനസ് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്ന റൂട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നത്? ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഈ ആഴ്ചയോ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ എപ്പോഴെങ്കിലും ഒരു മാസം മുമ്പോ 2 മാസം മുമ്പോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ. സോ അന്ന് മുതലേ നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്യുകയും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരികയും നമ്മുടെ എക്സിക്യൂട്ടീവ് ഒക്കെ ആയിട്ട് ചാറ്റ് ചെയ്ത് അങ്ങനെയായിരിക്കും നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ ആദ്യം നിങ്ങൾ ആ പരസ്യം കാണാൻ കാരണമായത് ഫേസ്ബുക്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത ആഡിനകത്ത് ബിസിനസ് ചെയ്യുന്നവരെ ഇത് കാണിക്കുക, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഈ പരസ്യം കാണിക്കുക എന്ന് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് അത് എത്തിയെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതിലെങ്കിലും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ, ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാൻ ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഓക്കെ, നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. സോ ഇതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ ഈ ഒരു അഡ്വർടൈസിംഗ് മെക്കാനിസം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരാൾക്ക് പരസ്യം ചെയ്തു കൊടുക്കുകയാണെങ്കിലും കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ അവർക്ക് കണ്ടെത്തി കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സംവിധാനം അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ സാധ്യമാണ് എന്നുള്ളതാണ്. സോ ഇത് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ആക്ച്വലി ഇപ്പം ഞാനിവിടെ കാണിച്ചത് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. പേജിനകത്ത് ചെല്ലുന്നു, ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത് അവരെ പരസ്യം കാണിക്കുന്നു. അതാണ് ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫേസ്ബുക്കിന്റെ ഹോം പേജ് എടുക്കുകയാണെങ്കിൽ, ഫേസ്ബുക്കിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കയറി വരുമ്പോൾ കാണുന്ന ഹോം പേജ് ഉണ്ടല്ലോ, ഈ ഹോം പേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഭവം തന്നെയുണ്ട്. നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ആഡ്സ് മാനേജർ. ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഫേസ്ബുക്ക് നമുക്കൊരു പാനൽ തന്നിട്ടുണ്ട്. ഓക്കെ, അഡ്വർടൈസിങ് പാനൽ തന്നെ തന്നിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആഡുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ ഇതേപോലെ തന്നെയാണ് ആഡ് സെറ്റ് ചെയ്തത്. ലൊക്കേഷനും ഏജ് ഗ്രൂപ്പും ഇൻട്രസ്റ്റും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആഡ് റൺ ചെയ്യാൻ പറ്റും. സോ ഓരോ ആഡ് എത്ര പേര് കണ്ടു, എത്ര പേരിലേക്ക് റീച്ചായി, എത്ര ലീഡ് കിട്ടി എന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ആഡിനകത്ത് 485 ലീഡുകൾ കിട്ടിയിട്ടുണ്ട്, എൻക്വയറീസ് 7573 എൻക്വയറീസ് ഈ ഒരു ആഡിനകത്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഓരോന്നിന്റെയും കണക്കുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു അഡ്വർടൈസിംഗ് മെക്കാനിസം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റും സർവീസും നമുക്ക് സെല് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് ബിസിനസ്സും വിജയിപ്പിക്കാം, മറ്റുള്ളവർക്ക് ഇത് സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കാനും സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് പഠിച്ച് മറ്റു കമ്പനികളിൽ ജോലിക്ക് കയറാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡിന്റെ ബേസിക്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇനി നമുക്കൊരു വെബ്സൈറ്റ് നിർമ്മിച്ചാലോ? ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് 5 മിനിറ്റ് കൊണ്ട് നിർമ്മിച്ചാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് 5 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുന്നു AI ഉപയോഗിച്ചുകൊണ്ട്. റെഡിയാണോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഓക്കെ, സോ ഈ AI വന്നപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ അതിനൊരു എക്സാമ്പിളാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. നേരത്തെയൊക്കെ വളരെ സ്കിൽഡ് ആയിട്ട് ഉള്ള ആൾക്കാർക്ക് പ്രോഗ്രാം എഴുതാൻ അറിയാവുന്നവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പം AI തന്നെ നമുക്ക് നിർമ്മിച്ചു തരും. നമുക്കത് ആ ടൂൾ ഒന്ന് കാണാം. ടൂളിന്റെ പേര് മിക്സോ എന്നാണ്. ആ ടൂളിന്റെ പേര് Mixo.io എന്നാണ് ആ ടൂളിന്റെ പേര്. നമുക്കത് ഉപയോഗിച്ചുകൊണ്ടൊരു വെബ്സൈറ്റ് ലൈവ് ആയിട്ട് തന്നെ ഇപ്പം തന്നെ നിർമ്മിക്കാം. ഓക്കെ, AI വെബ്സൈറ്റ് ക്രിയേഷൻ Mixo.io. നമ്മൾ ചെയ്യേണ്ടത് Mixo.io എന്ന് പറയുന്ന ഈ ടൂൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ ആയിട്ട് തന്നെ നിർമ്മിക്കാൻ സാധിക്കും. ഇതിന്റെ പെയ്ഡ് വേർഷനും ഉണ്ട്. പെയ്ഡും ഫ്രീ തമ്മിലുള്ള വ്യത്യാസം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീയിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ നിർമ്മിക്കാം. ഓക്കെ, ഡിസ്ക്രൈബ് യുവർ ബിസിനസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചു തരാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമാൻഡ് കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം.
അപ്പോൾ നമ്മുടെ ഒരു ഡെന്റൽ ക്ലിനിക് ആണെന്നിരിക്കട്ടെ. ഓക്കെ, ഒരു ഡെന്റൽ ക്ലിനിക്കാണ്. നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് നിർമ്മിക്കേണ്ടത്. ഓക്കെ, ഓൺ പേജ് വെബ്സൈറ്റ് ഫോർ ദ ഡെന്റൽ ക്ലിനിക് സ്മൈൽ വെൽ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് എന്ന് പറയുന്നത്. ഇൻ കൊച്ചിയിലാണ് സ്ഥാപനം. 3 കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. എന്താണ്? ഒരു വെബ്സൈറ്റ് ആണ് നിർമ്മിച്ചു തരേണ്ടത്. നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഡെന്റൽ ക്ലിനിക്കാണ്. സ്ഥാപനത്തിന്റെ പേര് കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ സ്ഥലവും കൂടെ കൊടുത്താൽ ആ സ്ഥലം കൂടെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഉൾപ്പെടുത്തിയൊക്കെ തരും. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് കമാൻഡായിട്ട് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് മൈ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഈ ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കും. ഓക്കെ, എൻ്റെ 2 കൈകളും ഫ്രീ ആണ്. അത് വെബ്സൈറ്റ് നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. AI ആണ് വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്. നമ്മളെല്ലാം കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്. ക്രിയേറ്റിംഗ് യുവർ വെബ്സൈറ്റ് എന്നൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സോ ഇതാ ഇവിടെ അടുത്ത ലോഡിങ് യുവർ സൈറ്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുവർ ന്യൂ വെബ്സൈറ്റ് ഈസ് റെഡി. ഇതാ വന്നു കഴിഞ്ഞു. ഓക്കെ, 1 മിനിറ്റ് പോലും എടുത്തില്ല. നമ്മുടെ വെബ്സൈറ്റ് അത് നിർമ്മിച്ചു തന്നു കഴിഞ്ഞു. സ്മൈൽ വെൽ എന്ന പേരിൽ തന്നെയാണ് വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ കമാൻഡിനകത്ത് ഉണ്ടായിരുന്നു സ്മൈൽ വെൽ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ഓക്കെ, യുവർ ബ്രൈറ്റർ സ്മൈൽ എവൈറ്റ്സ് സ്മൈൽ വെൽ ഡെന്റൽ ക്ലിനിക്. അത് കഴിഞ്ഞ് വെൽക്കം ടു സ്മൈൽ വെൽ ഡെന്റൽ ക്ലിനിക് കൊച്ചി. ഇതാ കൊച്ചി എന്ന് പറയുന്ന വേർഡ് ഇതാ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി താഴേക്ക് വരുമ്പോഴോ ദാ ഡെന്റൽ ക്ലിനിക്കിലെ ഉപകരണങ്ങളും അതിന്റെ ചികിത്സ കൊടുക്കുന്നതും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഡോക്ടർ പരിശോധിക്കുന്നതും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡെന്റൽ ക്ലിനിക്കിലെ ഉപകരണങ്ങളും അതിന്റെ ഇമേജുകളും ഡോക്ടർ പരിശോധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഇമേജുകൾ ഇവിടെ വന്നിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സ്ഥാപനത്തിനെ കുറിച്ച് റിവ്യൂ എഴുതിയിരിക്കുന്നത് വരെ കൊടുത്തിട്ടുണ്ട്. ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് നൗ. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫോൺ നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് നൗ എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫോൺ നമ്പറും ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിലോ കണ്ടന്റ് ചേഞ്ച് ചെയ്യണമെങ്കിലോ എഡിറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ സാധ്യമാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ക്ലെയിം മൈ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലെയിം മൈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ ആഡ് ചെയ്യാം. ഇതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇതിനകത്ത് പെയ്ഡ് വെർഷൻ വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തൽക്കാലം ഫ്രീ ആയിട്ട് തന്നെ നമുക്കൊന്ന് ഔട്ട്പുട്ട് എടുക്കാം. ഓക്കെ, കണ്ടിന്യൂ വിത്ത് മിക്സോ സബ് ഡൊമൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ ഔട്ട്പുട്ട് എടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ എഡിറ്റ് കൂടെ കൊടുക്കാൻ പോകണം. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എനിക്കൊരു ലോഗോ വേണം. സ്മൈൽ വെൽ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് നമുക്കൊരു ലോഗോ വേണം. ആ ലോഗോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് ചെന്ന് നമുക്ക് ആ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അല്ലേ, നമ്മുടെ സ്ഥാപനത്തിന്റെ ലോഗോ നമ്മുടെ സൈറ്റിൽ വരണമല്ലോ. ഓക്കെ, സൈറ്റ് ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ സ്ഥാപനത്തിന്റെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മുടെ സൈറ്റിൽ വരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ ഇവിടേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യണം. ഡിജിറ്റൽ മാഗ്നറ്റ് എന്നാണ് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്. സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, ഡിജിറ്റൽ മാഗ്നറ്റിന്റെ ലോഗോ, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ ഞാനിവിടെ അപ്ലോഡ് ചെയ്തു. അതവിടെ വന്നത് കണ്ടോ? അതിവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഇതിനകത്തുള്ള ഈ ഒരു ഇമേജിന് പകരം വേറൊരു ഇമേജ് വെക്കണം. സോ വളരെ സിമ്പിൾ ആയിട്ട് എനിക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ചേഞ്ച് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിന് പകരം നിരവധി ഇമേജുകൾ ഇവിടെ കാണിക്കും. AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച നിരവധി ഇമേജുകൾ. ഇനി ഇതൊന്നുമല്ല, നമ്മുടെ കയ്യിലുള്ള ഒരു ഇമേജ് തന്നെ അവിടെ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് 100% നിയന്ത്രണമുണ്ട്. നമുക്ക് എന്ത് കണ്ടന്റ് ഇതിനകത്ത് കൊടുക്കണം എന്നുള്ളത്. ഞാൻ തൽക്കാലം നമ്മുടെ ഒരു കോഴ്സിന്റെ ഇമേജ് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യണം. അത് അവിടെ വരുന്നുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മുടെ ഒരു കോഴ്സിന്റെ ഇമേജ് ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ കൊടുത്തത് അതവിടെ വന്നുണ്ടോ? എൻ്റെ ഫോട്ടോയൊക്കെ ഉള്ള ഇമേജ് അവിടെ വന്ന് കാണാൻ സാധിക്കും. സോ ഇതേപോലെ നമുക്ക് ഓരോ ഇമേജ് നമ്മുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാനോ കണ്ടന്റ് എഡിറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നതാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുക. അതായത് ഇന്റർനെറ്റിലേക്ക് ഇത് പബ്ലിഷ് ചെയ്യുക. ജസ്റ്റ് പബ്ലിഷ് കൊടുക്കുകയാണ്. സോ അതിപ്പോൾ ഇവിടെ പബ്ലിഷ് ആയി നമുക്ക് അതിന്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഇതിന്റെ ഫ്രീയും പെയ്ഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിക്കാം. ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സൈറ്റും പെയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സൈറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സൈറ്റ് ഇതേപോലെ mixo.io എന്ന് പറയുന്ന വാലൊക്കെ കാണും. ഇതിനകത്ത് നമ്മുടെ ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ടെങ്കിലും mixo.io എന്ന് പറയുന്നത് കാണും ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചാൽ. പെയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വെബ് അഡ്രസ് അഥവാ ഡൊമൈൻ നെയിം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. സോ ഫ്രീ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിനെ പെയ്ഡിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുത്തും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സോ അതോടൊപ്പം തന്നെ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ടും സിമ്പിൾ കമാൻഡ് കൊടുത്തുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ അതിന് മിക്സോ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇപ്പം നിർമ്മിച്ച സൈറ്റിന്റെ ഫൈനൽ ലിങ്ക് വന്നിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പം നമ്മൾ കമാൻഡ് കൊടുത്ത് നിർമ്മിച്ച സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കൺമുന്നിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ കമാൻഡ് കൊടുത്ത് ഈ ഒരു സൈറ്റ് നിർമ്മിച്ചത്. ഈ സൈറ്റിന്റെ ലിങ്കാണ് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ട്
ആർക്കും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ക്ലാസ് തുടങ്ങിയ ശേഷം നിരവധി AI ടൂളുകളും കാര്യങ്ങളൊക്കെ കണ്ടു. സോ ഇനിയും AI ടൂളുകളിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇപ്പം കണ്ട ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം. സോ രണ്ടാമത്തത്, എന്ത് കോഴ്സാണ് ആക്ച്വലി നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിൽ ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആക്ച്വലി ഇപ്പം കണ്ട ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നത്. അതിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം കണ്ട ടൂളുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം. യെസ്, റെഡിയാണ്. ഓക്കെ, അതായത് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ട ടൂളുകൾ സ്വന്തം ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് സ്വന്തം ബിസിനസ്സിന്റെ പ്രൊമോഷൻ ആവശ്യമായിട്ടുള്ള പോസ്റ്ററുകൾ, വീഡിയോകളൊക്കെ ഗൂഗിൾ ജെമിനി പോലെയുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുക. അത് നിങ്ങൾക്ക് പ്രൊമോഷന് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ എല്ലാ ദിവസവും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാണിച്ച ആ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പ്രൊമോഷൻ പ്രാക്ടീസ് ചെയ്യുക. അത് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും പുതിയ എൻക്വയറീസും കൂടുതൽ ബിസിനസ്സും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഒരു വെബ്സൈറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുക. ഇനി ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ അടുത്ത പറയുന്ന കാര്യം ഫോക്കസ് ചെയ്യുക. അതായത് ഇതൊരു സർവീസ് ആയിട്ട് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നതിലേക്ക് കടക്കുക. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. സോ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലാൻ എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. നമ്മൾ ആദ്യം നമ്മുടെ ഒരു മിഷൻ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. നമുക്ക് എത്രയെങ്കിലും ഒരു ഇൻകം നമ്മൾ ഒരു വർഷത്തിൽ നേടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ ലക്ഷ്യം ആദ്യം ഫോക്കസ് ചെയ്യുക. ഓക്കെ, മിഷൻ 36 lakhs, ഒരു വർഷം 36 ലക്ഷം രൂപ. ഇത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആയതുകൊണ്ടാണ് ഞാൻ ഈ 36 lakhs എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു വർഷം നമുക്ക് 36 ലക്ഷം രൂപ നേടണം എന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു വർഷം 36 ലക്ഷം രൂപ നേടണമെങ്കിൽ ഓരോ മാസവും 3 ലക്ഷം രൂപ വീതം തുടർച്ചയായിട്ട് നേടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 12 ഗുണം 3 36ലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ ഇവിടെ ഒരു മാസം എങ്ങനെ 3 ലക്ഷം രൂപ നേടാൻ സാധിക്കും? സോ ഇതിന് യഥാർത്ഥത്തിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആരംഭിക്കുക. സോ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ബിസിനസ്സുകൾക്ക് ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോ അതേപോലെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി കൊടുക്കുന്ന സർവീസാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്. അപ്പോൾ ഇത് നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ മിനിമം 2 സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് സാധ്യമാണ്. ഒന്ന്, ഡിസൈൻ ചെയ്യുന്നത്, പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോകൾ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡുകൾ സെറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ ബേസിക്സ് ആണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചത്. ഡിസൈൻ ചെയ്യാൻ നമുക്ക് ജെമിനി ഉപയോഗിക്കാം, വീഡിയോ ഉണ്ടാക്കാനും ജെമിനി ഉപയോഗിക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ട ബൂസ്റ്റ് പോസ്റ്റ് പോലെയുള്ള സംഗതികൾ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുക. സോ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അപ്പോൾ പലരും ചോദിക്കും, ഇത് നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ ആദ്യം ഒരാൾ പേയ്മെന്റ് തരണമല്ലോ, ഒരു ക്ലയന്റിനെ കണ്ടെത്തണമല്ലോ. ഒരു ക്ലയന്റിനെ എങ്ങനെ കണ്ടെത്തും? ക്ലയന്റിനെ കണ്ടെത്താനുള്ള ഫേസ്ബുക്ക് ആഡാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇത് പ്രൊമോഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള പ്രൊമോഷനാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സോ ഒരു ചെറിയ എമൗണ്ട് കൊടുത്തുകൊണ്ട് അത് ബൂസ്റ്റ് ചെയ്യുന്നു. സോ ബൂസ്റ്റ് ചെയ്തുവാണെങ്കിൽ നിരവധി എൻക്വയറീസ് വരും. നിങ്ങൾ ഫേസ്ബുക്ക് ആഡ് സെറ്റ് ചെയ്യുമോ, ഇൻസ്റ്റാഗ്രാം ആഡ് സെറ്റ് ചെയ്ത് തരുമോ, എനിക്ക് ഇന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞ് നിരവധി എൻക്വയറീസ് വരും. പക്ഷെ എല്ലാവരും സർവീസ് എടുക്കണമെന്നില്ല. സോ നിരവധി എൻക്വയറീസ് വരുന്നതിൽ മാസത്തിൽ ഒരു 2 പെയ്ഡ് ക്ലയൻസിനെ കിട്ടണമെന്നിരിക്കട്ടെ. ഓക്കെ, കാരണം നമ്മൾ പലതും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ചിലത് നമ്മൾ പിന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു 2 ക്ലയൻസിനെ എല്ലാ മാസം കിട്ടുന്നോന്നിരിക്കട്ടെ. ഒരു 5 മാസം 6 മാസം കൊണ്ടെങ്കിലും ഒരു 10 ക്ലയൻസിനെ കണ്ടെത്താൻ സാധിക്കും. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ടെങ്കിലും 10 ക്ലയൻസിനെ കണ്ടെത്താൻ സാധിക്കും. ഈ 10 ക്ലയൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ 3 lakhsലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതായത് ഇപ്പൊ മന്ത്ലി 30,000 ലഭിക്കുന്ന 10 ക്ലയൻസിനെ കിട്ടുവാണെങ്കിൽ തന്നെ 3 lakhs എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്താൻ സാധിക്കും. സോ കാരണം ഒരുപാട് പൈസയാണ് ആക്ച്വലി അഡ്വർടൈസിങ് കമ്പനികൾക്ക് പലരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അവിടെയാണ് ആക്ച്വലി നിങ്ങൾ കുറച്ചുകൂടെ റേറ്റ് കുറച്ചുകൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. കാരണം പ്രത്യേകിച്ചും ഫ്രീലാൻസേഴ്സ് ആകുമ്പോഴത്തേക്ക് അവർ ചൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം റേറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാൻ സാധിക്കും. സോ ഈ രീതിയിൽ 10 ക്ലയൻസിനെ കണ്ടെത്തിയാൽ തന്നെ 3 lakhs പെർ മന്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ അത് കഴിഞ്ഞ് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ക്ലയൻസിനെ നിലനിർത്തി മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ പുതിയ ചില ക്ലയൻസിനെയും കൂടെ ഓരോ മാസവും കണ്ടെത്താൻ ശ്രമിക്കുക. കൂടാതെ വെബ്സൈറ്റ് ക്രിയേഷനും ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. മിക്സോ ഉപയോഗിച്ചുകൊണ്ട് കമാൻഡ് കൊടുത്ത് വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്, അതിനകത്ത് ഇമേജും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, കണ്ടന്റ് എഡിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എത്ര രൂപ ചാർജ് ചെയ്യണം, അതോടൊപ്പം തന്നെ കസ്റ്റമറെ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ, അതായത് പല കാര്യങ്ങളും ഓൺലൈനിലൂടെ പഠിക്കുന്നത്, വീഡിയോകളിലൂടെ പഠിക്കുന്നത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതുകൂടാതെ ചില ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് കൂടെ മനസ്സിലാക്കണം. അതെന്താണ് ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് എന്ന് ഞാനിവിടെ പറയാം. അതായത് അതിനെപ്പറ്റി പറയുമ്പോഴാണ്, ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ വെച്ച് പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത്
കണ്ണൂരിലൊരു പ്രോഗ്രാമിനിടയിൽ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞ കാര്യമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. 2020 വരെ നമ്മുടെ ക്ലാസ്സുകൾ ഇതേപോലെ ഓഫ്ലൈൻ ആയിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ഇങ്ങനെ ഓരോ ജില്ലകളിലും ഹോട്ടലുകളിൽ വെച്ച് ഇതേപോലെ ലൈവ് ക്ലാസ്സുകൾ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ വെച്ചിട്ട് ഇതേപോലെ പ്രാക്ടിക്കൽ ലൈവ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരുന്നു നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 2020 കോവിഡിന് ശേഷം നമ്മുടെ ക്ലാസ്സുകളൊക്കെ സൂമിലേക്ക് മാറ്റിയാണ് ചെയ്തത്. എങ്കിൽ ഇതേപോലെ ഓഫ്ലൈൻ പ്രോഗ്രാംസ് നടത്താറുണ്ട്. വർഷത്തിൽ 2 ഇപ്പോൾ നടത്താറുള്ളൂ. ഒന്ന് മെയിലും മറ്റൊന്ന് നവംബറിലും. ബാക്കിയെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാണ്. സോ ഇങ്ങനെ ഒരു ക്ലാസ്സിനിടയിൽ കണ്ണൂരിൽ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞാൽ അദ്ദേഹം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ 35,000 രൂപ ഒരു കമ്പനിക്ക് കൊടുത്തു. ഒരു വെബ്സൈറ്റ് ഒക്കെ നിർമ്മിച്ചു തന്നു. പക്ഷേ എല്ലാ വർഷവും അത് റിന്യൂ ചെയ്യാനെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നിന്ന് 22,900 രൂപ ഈടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. സോ ഇത്രയും പൈസ കൊടുക്കണമെന്ന് ഞാൻ സംശയിക്കുന്നു. ഈ പൈസ ഇതൊന്ന് ചെക്ക് ചെയ്യാമോ എന്ന് പറഞ്ഞ് അദ്ദേഹം വെബ്സൈറ്റിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് എല്ലാ വർഷവും റിന്യൂ ചെയ്യാൻ 2,000 അല്ലെങ്കിൽ 3,000 രൂപ ചെലവ് വരുന്ന സ്ഥലത്താണ് 22,900 രൂപ ഈടായിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനികളും അങ്ങനെ ചെയ്യുന്നല്ല. ചിലർ നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ വേണ്ടി ചിലർ അങ്ങനെ ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമറിന് അഫോർഡബിൾ റേറ്റിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്ത് ഒരു ലോങ് ടൈം കസ്റ്റമറായിട്ട് കൂടെ നിർത്തുക. അതിലൂടെ നമുക്ക് ഒരേ കസ്റ്റമറിൽ തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ ഒരു കസ്റ്റമറിന് കിട്ടിയ ആവശ്യമുള്ള പൈസയൊക്കെ ഇനി പിഴിഞ്ഞെടുത്ത് ഇനി അവരെ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും നല്ലൊരു ബിസിനസ് മോഡൽ അല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം തുടക്കത്തിൽ പ്രോഫിറ്റ് കുറവാണെങ്കിലും അവരെ കൂടെ നിർത്തുന്നു, അവരെ ഒരു ലോങ് ടൈം കസ്റ്റമറായിട്ട് കൂടെ നിർത്തുന്നു. അതിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ കമന്റ് ചെയ്യാം. ഒരു കസ്റ്റമറിനെ നമുക്ക് കിട്ടുന്നു, തുടക്കത്തിൽ പ്രോഫിറ്റ് കുറവാണെങ്കിലും കൂടെ നിർത്തുന്നു, ലോങ് ടൈമിൽ കൂടെ നിർത്തി ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഐഡിയ എങ്കിൽ എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. നിരവധി പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കമന്റ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല, കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. സോ ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിലൊന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചത് 2016 അന്ന് 2 സ്റ്റാഫുകളേ ഉള്ളൂ. നമുക്ക് 44 സ്റ്റാഫുകളുണ്ട്. മാത്രമല്ല 2020 ശേഷം മാത്രം നമുക്ക് 15,000-ലധികം പെയ്ഡ് പാർട്ടിസിപ്പൻസിന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ കണക്ക് ഞാനിവിടെ കാണിക്കാം. അതായത് 2020 ശേഷം മാത്രം നമുക്ക് 15,000 പെയ്ഡ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത്രയധികം സ്റ്റാഫുകളുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മുടെ ഈ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ വളർന്നത്? അതിനുപയോഗിച്ച 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ്. ഇത് നമ്മുടെ എംപ്ലോയീസിന്റെ ഗെറ്റ് ടുഗദർ കണ്ടക്ട് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോയാണ്. 44 സ്റ്റാഫുകൾ നമുക്കുണ്ട്. കൂടാതെ നമ്മുടെ ഈ കോഴ്സുകളിലേക്ക് ലോഗിൻ ചെയ്യുന്നവർക്ക്, കോഴ്സിലേക്ക് പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ലേണിംഗ് പ്ലാറ്റ്ഫോം കൊടുക്കും. ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സിന്റെ റെക്കോർഡിങ്സ്, പ്രീവിയസ് ബാച്ചുകളുടെ റെക്കോർഡിങ്സ്, പിന്നെ ഓരോ ലൈവ് ക്ലാസ്സുകൾ കഴിയുമ്പോഴത്തേക്കും അതിന്റെ റെക്കോർഡിങ്സ്, ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. നോക്കി, ആ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉൾഭാഗമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ആ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് എത്ര പേര് ആ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ പഠിച്ചിട്ടുണ്ട് നിങ്ങളിവിടെ കാണാൻ സാധിക്കും. നോക്കി, 15,493 സ്റ്റുഡൻസ്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത്രയധികം പെയ്ഡ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് വളർന്നത്? നമ്മുടെ സ്ഥാപനം വളർന്നത് 2 സ്റ്റാഫിൽ നിന്ന് 44 സ്റ്റാഫുകളായിട്ട് വളർന്നത്. ഇതിനുപയോഗിച്ച 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ്. ഞാനിത് ഈ ക്ലാസ്സിൽ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ ഓൾറെഡി ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടും. ഓക്കെ, എന്തൊക്കെയാണ് ആക്ച്വലി ആ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് നമുക്കൊന്ന് നോക്കാം. സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടി അപ്ലൈ ചെയ്ത പ്രിൻസിപ്പിളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ. വിൻ വിൻ വിൻ, അതായത് കസ്റ്റമർ വിൻ ചെയ്യണം. അതായത് നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് കൊണ്ട് കസ്റ്റമർ പ്രയോജനം ഉണ്ടാവണം, എങ്കിലേ കസ്റ്റമർ നമ്മുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടുപോകും. രണ്ടാമത്തത് എംപ്ലോയീസ് കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ്, ആവശ്യമുള്ള ഫ്രീഡം ഒക്കെ കൊടുത്ത് എംപ്ലോയീസിനെ കൂടെ നിർത്തുന്നു, അവരും വിൻ ചെയ്യണം. മൂന്നാമത്തത് സപ്ലയേഴ്സ്, നമുക്ക് പ്രോഡക്റ്റോ സർവീസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന മറ്റു പല കമ്പനികളുണ്ട്, അവർക്ക് കൃത്യസമയത്ത് പേയ്മെന്റ് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് അവരെയും കൂടെ നിർത്തുമ്പോൾ അവരും വിൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരൊക്കെ വിജയിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മളും വിൻ ചെയ്യും. അതാണ് വിൻ 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 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ. ഏത് ബിസിനസ്സിലും ഇത് ആപ്ലിക്കബിൾ ആണ്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ആണ് കണക്കാക്കുന്നത്. ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ, വൺ ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ അല്ല, ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. അപ്പം നമുക്ക് ഒരേ കസ്റ്റമറിന് തന്നെ ലോങ് ടൈമിൽ നല്ല ഇൻകം കിട്ടും. മൂന്നാമത്തത് ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുന്ന എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നാലും നമുക്ക് പേടിക്കേണ്ടി വരത്തില്ല. സോ ഈ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി നമ്മുടെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്തതും നമുക്ക് ഇത്രയധികം പെയ്ഡ് കസ്റ്റമേഴ്സിനെയും അതേപോലെ തന്നെ ഇത്രയധികം എംപ്ലോയീസിനെയും ഉള്ള സ്ഥാപനമായിട്ട് വളർത്തിയെടുക്കാൻ സാധിച്ചത്. സോ ഞാൻ ഇതിവിടെ പറയാൻ കാര്യം, ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു മിഷൻ 36 lakhs നിങ്ങൾ
ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു കസ്റ്റമറിന്റെ ഇത് പേയ്മെന്റ് മേടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു സർവീസ് ചെയ്തു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കസ്റ്റമറെ നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല സർവീസും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ സാധിക്കും. സോ അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത് ഈ മിഷൻ 36 ലാക്സിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്യുക. പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് സക്സസ് അഥവാ വിൻ വിൻ വിൻ, ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ, ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് സ്റ്റോറീസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ കോഴ്സിന് ശേഷം സ്വന്തമായിട്ട് ഏജൻസി നടത്തുന്ന ഒരാളാണ് വിനോദ് ഷാക്കിർ. മേരെ ABT എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനം തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കി, മന്ത്ലി 5 lakhs മുകളിൽ ഏൺ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ ഈ ഒരു ടൂൾസും എല്ലാം പഠിച്ചത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ വിവേക്, അദ്ദേഹത്തിന്റെ സ്ഥലം തൃശ്ശൂരാണ്. ഡിജി മാക്സ് തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥാപനം റൺ ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്കാണ് അദ്ദേഹം, വേറെ സ്റ്റാഫുകളൊന്നുമില്ല, ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. മന്ത്ലി 3 lakhs അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ മമത ഫ്രം തൃശ്ശൂർ, അതുപോലെ ശശികുമാർ സാർ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം അവിടെയുള്ള ക്ലയൻസിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ റേറ്റ് കൂടുതലാണ്. അപ്പം നമ്മൾ ഫ്രീലാൻസേഴ്സിനെ ആയിരിക്കും അവർ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അവിടെ ഇവൻ നാട്ടിലുള്ളവർക്കും ഗൾഫിലുള്ള ക്ലയൻസിനെ ആഡ് കൊടുത്തുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഗൾഫ് കൺട്രീസ് ലൊക്കേറ്റ് ചെയ്ത് ആഡ് കൊടുക്കാൻ സാധിക്കും. പ്രമീഷ് ഫ്രം വൈക്കം കോട്ടയം, അതുപോലെ തന്നെ അർജുൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഇതൊരു വീട്ടമ്മയാണ്, പൊൻകുന്നത്താണ് സ്ഥലം, ഐഷ എന്നാണ് പേര്. സോ അവരുടെ സ്കില്ലും അവരുടെ ടൈമും ആണ് ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ്. സോ വീട്ടിലിരുന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചെയ്തു കൊടുക്കും. ഷൊർണൂറുള്ള ശശികുമാർ സാർ, അദ്ദേഹം സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് 2 ലക്ഷത്തോളം രൂപയായിരുന്നു ഒരു ഏജൻസിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. സോ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് 80,000 രൂപ താഴെ. സോ അതാണ് ആക്ച്വലി നമ്മൾ വലിയ പൈസ മാർക്കറ്റിങ്ങിന് വേണ്ടി ഏജൻസികൾക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ അല്ലെങ്കിൽ അത് പകുതി താഴെയാക്കാൻ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ സാധ്യമാണ്. ഇത് കൊല്ലത്തുള്ള ശ്രീജ മാഡമാണ്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡാണ്. സോ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗും AIയും അവർ ഉപയോഗിക്കുന്നത്. ഇത് ജയദേവൻ, കോയമ്പത്തൂരാണ്, തമിഴ്നാടുകാരനാണ്. മലയാളം കേട്ടാൽ മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിലേക്ക് ഉപയോഗം ചെയ്തത്. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമായിട്ട് ഏജൻസിയും ഉണ്ട്, അതുപോലെ ഹോം അപ്ലയൻസസിന്റെ സെയിൽസ് ആൻഡ് സർവീസ് സെന്ററും ഉണ്ട്. സോ ഇങ്ങനെ നിരവധി പേര് ഒന്നുകിൽ ഈ ഒരു ടൂൾസും ടെക്നിക്സും പ്രിൻസിപ്പിൾസും അവരുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് സർവീസ് ആയിട്ട് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നു. ഈ മേഖലയിൽ ജോലി കണ്ടെത്തിയിട്ടുള്ളവരും നിരവധി പേരുണ്ടെന്നുള്ളതാണ്. സോ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുകയും നമ്മുടെ ആ ഒരു എഫർട്ടും അറ്റൻഷനും നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിട്ടേൺസ് ആയിട്ട് വരും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്. ഓക്കെ, എന്താണ് ആക്ച്വലി നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്നുള്ളത് ഇവിടെ ഞാൻ അവതരിപ്പിക്കാം. എന്നിട്ട് നമുക്ക് മറ്റ് AI ടൂളുകളിലേക്ക് ഇമ്മീഡിയറ്റ്ലി കിടക്കാം. ഓക്കെ, സോ എന്താണ് നമ്മുടെ കോഴ്സ് എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. എന്നിട്ട് മറ്റു ടൂളുകളിലേക്ക് നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിന് ഞാൻ ഇവിടെ ആൻസർ തരുന്നതായിരിക്കും. സോ നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന കോഴ്സാണ്. ഇതിന്റെ ഡ്യൂറേഷൻ 1 year ആണെങ്കിൽ 2 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. പിന്നെ എന്തിനാണ് 1 year ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത്? 1 year ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത് ഈ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് 1 വർഷം വരെ ലഭിക്കുകയും അതോടൊപ്പം തന്നെ 1 വർഷം വരെ സപ്പോർട്ടും ലഭിക്കും. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് എവിടെയെങ്കിലും സംശയങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് സപ്പോർട്ട് സ്റ്റാഫുകളുണ്ട്. നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം, സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് പെയ്ഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. സോ അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. ഓക്കെ, സോ ലൈവ് ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വലി ഇതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത് ഞാനിവിടെ അവതരിപ്പിക്കാം. സോ ഇതിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള AI ടൂളുകളൊക്കെ പഠിക്കുവാനും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ പിന്നെ വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരത്തില്ല. പോസ്റ്ററോ ലോഗോയോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രോഷറൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും AI ഉപയോഗിച്ചുകൊണ്ട്. ആമസോണിലൂടെ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്ത് സെല് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ ഒന്നും ഇല്ലെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വിവിധ ടൂളുകൾ പ്രാക്ടീസ് ചെയ്യാം. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടും ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോബ് കണ്ടെത്തുന്നത് AI ഉപയോഗിച്ചുകൊണ്ട് ജോബ് കണ്ടെത്തുന്നത്. കൂടാതെ മേക്ക് മണി വിത്ത് AI, മേക്ക് മണി വിത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, സ്റ്റാർട്ട് ആൻ AI ബിസിനസ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ AI ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ. സോ ഇതിൽ ഏകദേശം 25ഓളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ കവർ ചെയ്യുന്നുണ്ട്. ChatGPT വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ക്ലോഡ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ടൂള്
മൈക്രോസോഫ്റ്റ് കോപൈലറ്റ്, ഡാലി 2 പോലെയുള്ള ഇമേജ് ക്രിയേഷൻ മോഡലുകൾ, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഓരോ കമാൻഡുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇതിന് പുറമെ DID, മിഡ്ജേണി, copy.ai, ഹേജൻ, 11 ലാബ്സ്, ആഡ് ക്രിയേറ്റീവ്, ജാസ്പർ തുടങ്ങിയ നിരവധി AI ടൂളുകളും ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. 16ഓളം മോഡ്യൂൾസ് വരുന്ന ഈ ഒരു കോഴ്സിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:30 മുതൽ 9:30 വരെയാണ് ലൈവ് ക്ലാസ് വരുന്നത്. സൂമിലൂടെയുള്ള ലൈവ് ക്ലാസ്സുകൾ എല്ലാ തിങ്കളാഴ്ചയുമാണ്. സോ അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും സെപ്പറേറ്റ് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. കൂടാതെ എല്ലാ മാസങ്ങളിലും നടത്തുന്ന മെഗാ മീറ്റപ്പുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. സൂമിലൂടെ നടത്തുന്ന മെഗാ മീറ്റപ്പിൽ 2016 മുതൽ 2026 വരെയുള്ള നമ്മുടെ വിവിധ ബാച്ചുകളിൽ എല്ലാവരും ഒന്നിക്കുന്നതാണ് ഈ മെഗാ മീറ്റപ്പ്. ഇതിലൂടെ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാം, ജോലിക്ക് ആളിനെ എടുക്കാൻ സാധിക്കും, ജോലി കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ് ഐഡിയകൾ, മാർക്കറ്റിംഗ് ഐഡിയകളെല്ലാം മെഗാ മീറ്റപ്പുകളിലൂടെ ലഭിക്കുന്നതാണ്. സോ അങ്ങനെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് മിനിമം 32 ലൈവ് സെഷൻസ് നിങ്ങൾക്ക് സൂമിലൂടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനു പുറമെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ 3 വർഷത്തെ ക്ലാസ്സുകൾ ആദ്യമേ തന്നെ കിട്ടും. സോ 2023 മുതലാണ് ആക്ച്വലി നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബാച്ച് ആരംഭിച്ചത്. സോ 2023 മുതൽ 2026 കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ക്ലാസ്സിന്റെ വരെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കും. ഞാൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഒന്ന് കാണിക്കാം. അത് എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡിങ്സും ലഭിക്കും, പ്രീവിയസ് ബാച്ചുകളുടെ റെക്കോർഡിങ്സ് ലഭിക്കും, അടുത്ത 1 വർഷത്തേക്കുള്ള ബാച്ചുകളുടെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ കാണാൻ സാധിക്കും 2023 മെയ് മാസം മുതൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും താഴത്തെ ക്ലാസ് റെക്കോർഡിങ്സ് എന്ന് പറയുന്നതാണ് 2026 ഓഗസ്റ്റ് 17, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പഠിക്കണമെങ്കിൽ തൊട്ട് മുമ്പുള്ള ബാച്ചിന്റെ വീഡിയോസ് എടുത്ത് പ്ലേ ചെയ്ത് വേണമെങ്കിൽ നേരത്തെ പഠിക്കാൻ സാധിക്കും. പിന്നെ ഓരോ ലൈവ് ക്ലാസ്സുകളിലേക്ക് വരുവാണെങ്കിൽ ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ സാധിക്കും. ആ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ലഭിക്കും. പിന്നെ ഫ്യൂച്ചർ ബാച്ചുകളുടെ റെക്കോർഡിങ്സും തരുന്നതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, AI ടൂളുകൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം പുതിയ ബാച്ചുകളിലേക്ക് ഉള്ള റെക്കോർഡിങ്സ് കിട്ടുമ്പോഴും പുതിയ ടൂളുകൾ പഠിച്ച് വളരെ അപ്ഡേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിന് എത്രയാണ് ഫീസ് വരുന്നത്, ഇതിനകത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൂടി ഞാനിവിടെ അവതരിപ്പിക്കാം. സോ ഈ കോഴ്സിന്റെ ഫീസിലേക്ക് വരുമ്പോൾ ഇതിന്റെ മെയിൻ കോഴ്സായ ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് 14,500 ആണ് ഇതിന്റെ ഫീസ് വരുന്നത്. സോ ഇതോടൊപ്പം തന്നെ ബോണസ് കോഴ്സുകളും അതിന് ഫൈനൽ ഓഫർ ഫീസ് ഞാനിവിടെ അവതരിപ്പിക്കാം. ഇതിനകത്ത് മറ്റ് ബോണസുകളിലേക്ക് വരുവാണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഈ ഒരു Camtasia സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. ലൈഫ് ടൈം ലൈസൻസ് ആണ് Camtasia സ്റ്റുഡിയോയുടെ ലഭിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നത് പഠിക്കാൻ സാധിക്കും. മെയിൻ കോഴ്സായ ChatGPT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ഇതിനോടൊപ്പം തന്നെ ലഭിക്കും. ഓൺലൈൻ മണി മേക്കിംഗ് മാസ്റ്ററി എന്ന കോഴ്സ് ഇതിനോടൊപ്പം ലഭിക്കും. ഇ-കൊമേഴ്സ് മാസ്റ്ററി, പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഇ-കൊമേഴ്സ് മാസ്റ്ററി, വീഡിയോ ക്രിയേഷൻ ആൻഡ് യൂട്യൂബ് മാസ്റ്ററി ഇതിനോടൊപ്പം തന്നെ ലഭിക്കും. കൂടാതെ ChatGPTയുടെ പ്രോംപ്റ്റുകളുടെ കളക്ഷൻ ഈ കോഴ്സിൽ തന്നെ ലഭിക്കുന്നതാണ്. കൂടാതെ സർട്ടിഫിക്കറ്റ് 2 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടാതെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡിങ്സ്, മെഗാ മീറ്റപ്പുകൾ എല്ലാ മാസങ്ങളിലും. സോ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 72,500 ആണ് ഈ കോഴ്സിന്റെ വാല്യൂ വരുന്നത്. അതായത് ബോണസ് കോഴ്സുകളും മെയിൻ കോഴ്സായ ChatGPTയും മറ്റ് ബോണസുകളും സോഫ്റ്റ്വെയറുകളും എല്ലാം അടങ്ങുന്ന ആ ഒരു വാല്യൂ ആണ് 72,500 എന്ന് പറയുന്നത്. സോ എങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 മാത്രമാണ് ഇതിലെ ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് 6,500 നിന്നും വീണ്ടും 1,000 റുപ്പീസ് ഡിസ്കൗണ്ട് ചെയ്ത് 5,500 എന്ന ഫൈനൽ ഓഫർ ഫീസിൽ ഈ ഓണം പ്രമാണിച്ച് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതായത് 5,500 ആണ് ആക്ച്വലി നമ്മുടെ ഫൈനൽ ഓഫർ ഫീസ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് 10 ബുക്കിംഗ്സിനാണ്. ഈ ഫസ്റ്റ് 10 ബുക്കിംഗ്സ് കഴിയുമ്പോൾ പിന്നെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 14,500 ആണ്. ഓക്കെ, സോ ഈ ഒരു 5,500 എന്ന ഓഫറിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനെ ഇമീഡിയറ്റ്ലി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുമായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള എക്സിക്യൂട്ടീവ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും ഒരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. സോ അവരെ ഇമീഡിയറ്റ്ലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 5,500 ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ 10 ബുക്കിംഗ്സ് കഴിഞ്ഞ് വരുന്നവർക്ക് 14,500 ആണ്. സോ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. 5,500 എന്ന് പറയുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, digitalmagnetonline.com എന്ന കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ 14,500 എന്ന ഫീസ് മാത്രമേ അവിടെയുള്ളൂ. ഈ 14,500 അടയ്ക്കാനുള്ള പേയ്മെന്റ് ലിങ്ക് മാത്രമേ നമ്മുടെ വെബ്സൈറ്റിലുള്ളൂ. സോ
5,500 എന്ന ഓണം ഓഫറിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവിനെ ഇമ്മീഡിയറ്റ്ലി ബന്ധപ്പെടാവുന്നതാണ്. സോ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കും മറ്റ് ടോപ്പിക്കുകളിലേക്കും ഇമ്മീഡിയറ്റ്ലി കിടക്കാം. ഓക്കെ, ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത്, ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീനാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത് ആ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിന് മെസ്സേജ് അയക്കുക. ഓക്കെ, നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഗ്രൂപ്പിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻട്രസ്റ്റഡ് എന്നൊരു മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ അയച്ചു തരും. പേയ്മെന്റ് അടച്ച് പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ഇന്ന് രാത്രി തന്നെ ആഡ് ചെയ്യും. പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ ക്ലാസിന്റെ ഷെഡ്യൂളും അതേപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ആക്സസും ഇന്ന് തന്നെ ലഭിക്കും. അപ്പം ഞാൻ ഇവിടെ കാണിച്ച ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ 3 വർഷത്തെ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഓരോ ലൈവ് ക്ലാസ്സുകൾ കഴിയുമ്പോഴും അതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നേരെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്സസിലേക്ക് കടന്ന് പഠനം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ആക്സസ് കിട്ടുന്നത്, അതായത് ജോയിൻ ചെയ്യുന്നവർക്ക് ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ ആക്സസ് കിട്ടുന്നത്. ഓക്കെ, 1 ഇയർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് എന്ന കഴിഞ്ഞ 3 വർഷത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് അടങ്ങിയ ഈ ഒരു മോഡ്യൂൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിന്റെ ആക്സസും ഇന്ന് തന്നെ ലഭിക്കും. ഇ കൊമേഴ്സ് മാസ്റ്ററി എന്നുള്ള കോഴ്സിന്റെ ആക്സസ് ഇന്ന് തന്നെ ലഭിക്കും. അതുപോലെ ഓൺലൈൻ മണി മേക്കിംഗ് മാസ്റ്ററി ആക്സസ് ലഭിക്കും. അതുപോലെ വീഡിയോ ക്രിയേഷൻ ആൻഡ് യൂട്യൂബ് മാസ്റ്ററിയും ഇന്ന് തന്നെ ആക്സസ് ലഭിക്കുകയും നിങ്ങൾ പഠനം ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളെ കോൺടാക്ട് ചെയ്ത് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചാറ്റ് വിൻഡോയിലും ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കവർ ചെയ്ത സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ സംശയങ്ങളുള്ളവർക്ക് ചാറ്റ് വിൻഡോയിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമർ കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. 20 മിനിറ്റ്സിന്റെ ഒരു ടൈമർ കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 20 മിനിറ്റ്സ് ടൈമർ കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചാറ്റിൽ ചോദിച്ചിരിക്കുന്നത് ജെമിനി ചാറ്റ് ജിപിടി വിച്ച് ഈസ് ബെസ്റ്റ് ഫോർ പോസ്റ്റർ ഡിസൈനിങ്. ആക്ച്വലി ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജെമിനി തന്നെയാണ്. കാരണം ജെമിനിക്കകത്ത് നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾസ് കിട്ടുന്നതും ഒക്കെ തോന്നിയിട്ടുണ്ട്. ചാറ്റ് ജിപിടിയിൽ ക്രിയേറ്റ് ചെയ്യാമെങ്കിലും ജെമിനിയുടെ നാനോ ബനാന എന്ന് പറയുന്ന ആ ഒരു ടൂളാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പലരും പേയ്മെന്റ് അടയ്ക്കുന്ന മെസ്സേജ് വരുന്നുണ്ട്. പേയ്മെന്റ് അടച്ചിട്ട് പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ എനിക്ക് പേഴ്സണലി അയച്ചിരിക്കുന്നത്, എനിക്ക് ബേസിക് നോളജ് ആണ് ഇത് പഠിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കും. കാരണം ഇതിനകത്ത് വലിയ പ്രോഗ്രാമിങ്ങോ റോക്കറ്റ് സയൻസോ ഒന്നുമില്ല. സിമ്പിൾ കമാൻഡ് കൊടുക്കുന്നു, നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നു. സോ അപ്പോൾ ഏത് ടൂൾ യൂസ് ചെയ്യണം, എന്ത് കമാൻഡ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. സോ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെയ്ഡ് കോഴ്സ് പഠിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റിനോട് പറഞ്ഞു, അദ്ദേഹം കോഴ്സ് ജോയിൻ ചെയ്യാൻ. കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുന്നുണ്ട്. എനിക്കിത് പറഞ്ഞു തരാമോ എന്ന് കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ എനിക്കതൊന്നും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടുന്നത്. യഥാർത്ഥം നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് ഒരു അല്പസമയം കൂടുതൽ എടുക്കുന്നുള്ളത് മാത്രം. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം ഒരാൾ ചോദിക്കുവാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞു കൊടുത്താൽ അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയും ചെയ്യും, നമ്മുടെ അറിവ് വർദ്ധിച്ച് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം ലഭിക്കും. ഈ ഒരു കോഴ്സിനകത്ത് 4 സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെയ്ഡ് വേർഷൻ ആണോ ജെമിനി? ഇല്ല, ജെമിനി ഫ്രീ വേർഷനിൽ തന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. വീഡിയോ ക്രിയേഷനിലേക്ക് പോവുകയാണെങ്കിലാണ് കൂടുതൽ വീഡിയോസ് നിർമ്മിക്കണമെങ്കിൽ പെയ്ഡ് വേർഷനിലേക്ക് പോകേണ്ടി വരുന്നത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് AI വരുമ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ AI അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷം തന്നെ നിരവധി AI ടൂളുകൾ അപ്ലൈ ചെയ്തു അല്ലേ. സിമ്പിൾ കമാൻഡ് കൊടുത്ത് പോസ്റ്റർ ഉണ്ടാക്കി, സിമ്പിൾ കമാൻഡ് കൊടുത്ത് വീഡിയോ ഉണ്ടാക്കി, അതേപോലെ തന്നെ സിമ്പിൾ പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കി, സിമ്പിൾ കമാൻഡ് കൊടുത്തുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിച്ചു. യഥാർത്ഥം ഇതെല്ലാം നേരത്തെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സംഗതിയില്ലേ. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും AI എന്ന് പറയുന്നത് ജോലിക്കൊരു ഭീഷണി തന്നെയാണ് ചിലർക്ക്. സോ ആർക്കാണ് ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തവരെ സംബന്ധിച്ചോളം അതൊരു വലിയ ഭീഷണിയാണ്. AI അല്ല നമ്മുടെ ജോലി കളയുന്നത്, AI യൂസ് ചെയ്യുന്ന മറ്റുള്ളവരാണ് നമ്മുടെ ജോലി കളയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും, നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും. സോ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ തന്നെ
3 കമ്പനികൾ AI വന്നത് കാരണം പൂട്ടിപ്പോയിട്ടുണ്ട്. അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി, രണ്ടാമത്തത് ടാൽറോപ്പ് എന്ന് പറയുന്ന കമ്പനി, ടെക്നോ പാർക്കിൽ മറ്റൊരു കമ്പനി. ഇത് നമ്മൾ അറിഞ്ഞിട്ടുള്ള കഥകളാണ്. ഇത് അറിയാത്ത സംഭവങ്ങൾ വേറെയുണ്ട്. പല കമ്പനികളിലും പലരും ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ടൂളുകളും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും മനസ്സിലാക്കുകയും അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ അവസരങ്ങളും ലഭിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തതിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവർ ഇത് അപ്ലൈ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കും, നമ്മൾ കാഴ്ചക്കാരായിട്ട് നിൽക്കേണ്ടി വരും. സോ അതാണ് സംഭവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ പലരും പേയ്മെന്റ് അടയ്ക്കുന്ന മെസ്സേജ് വരുന്നുണ്ട്. അവരുടെ പേര് ഞാനൊന്ന് വിളിക്കാം. എനിക്കിപ്പോൾ ഗൂഗിൾ പേയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. പേയ്മെന്റ് അടച്ചവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സപ്പ് നമ്പർ ഇപ്പം തന്നെ അയച്ചു കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഗൂഗിൾ പേയിൽ വന്ന പേയ്മെന്റ്സ് ആണ്. ഉസ്മാൻ സാറിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. ഉസ്മാൻ ശങ്കർ സാറിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. പ്രജീഷ്, മൈക്കിൾ, വിജേഷ് ആൻഡ് ജോസ്. ഇത് ഗൂഗിൾ പേയിൽ വന്നതാണ്. ഗൂഗിൾ പേ അല്ലാതെ പേയ്മെന്റ് ലിങ്ക് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ പേ ചെയ്തവരും പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ ഇമ്മീഡിയറ്റ്ലി അയച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ്, അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞു എന്ന് പറയുന്നത് എന്താണ് സംഗതി? സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ലിമിറ്റഡ് ഓഫറുകളാണ് ആക്ച്വലി ഓരോ ഗ്രൂപ്പിനും കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5500 ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ സാധിക്കും. 7,500 പ്ലസ് 7,000 2 ഇൻസ്റ്റാൾമെന്റ്. ഓഫർ കഴിയാത്ത ഗ്രൂപ്പിലാണെങ്കിൽ 5,500 അടച്ച് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ഗ്രൂപ്പിൽ 14,500 ആണ്. സോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 7,500, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 7,000. ഓക്കെ, സോ ഓഫർ അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിൻ ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. 1 ഇയർ കോഴ്സ് ഫീസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുമിയാണ് ചോദിക്കുന്നത്. അതെ, 1 ഇയർ കോഴ്സ് ഫീസ് ആണ്. 5,500 പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഫീസുകളൊന്നുമില്ല. 1 ഇയർ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ആക്സസ് ലഭിക്കും, റെക്കോർഡിങ്സ് ലഭിക്കും, അതുപോലെ തന്നെ സപ്പോർട്ട് ലഭിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോഴ്സിന്റെ 90% സംഗതികൾ ലഭിക്കുന്നു. അതായത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാനിവിടെ പറഞ്ഞ എല്ലാ കോഴ്സുകളുടെ ആക്സസ് ഇമ്മീഡിയറ്റ്ലി ലഭിക്കും. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ അതുപോലെ തന്നെ ഓൺലി ലൈവ് ക്ലാസ്സിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി. സപ്പോർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഫേസ്ബുക്ക് ഏണിംഗ് കോഴ്സിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതെ, ഫേസ്ബുക്ക് ഏണിംഗ് ഉണ്ട്. ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഏൺ ചെയ്യുന്നത് ഈ കോഴ്സിലുണ്ട്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോഡ്യൂൾ എന്ന് പറയുന്നത്. ഓൺലൈൻ മണി മേക്കിംഗ് മാസ്റ്ററി എന്ന മോഡ്യൂളിനകത്ത് ഫേസ്ബുക്കിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെ, യൂട്യൂബ് ചാനൽസ് തുടങ്ങി അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതെല്ലാം ഓൺലൈൻ മണി മേക്കിംഗ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഫീ ഇൻസ്റ്റാൾമെന്റ് ഉള്ളത്. ഫീ ഇൻസ്റ്റാൾമെന്റ് ആക്ച്വലി ഇതൊരു ഓഫർ ഫീസ് ആയതുകൊണ്ടാണ് ആക്ച്വലി 1 ടൈം പേയ്മെന്റ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ഫീസ് യഥാർത്ഥത്തിൽ 14,500 ആണ്. അതിന് ഇൻസ്റ്റാൾമെന്റ് ലഭിക്കുന്നതാണ്. സോ ജെമിനി, ചാറ്റ് GPT പോസ്റ്റർ ഡിസൈനിങ് അക്ഷരത്തിലുണ്ടല്ലോ, എന്താണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അക്ഷരത്തെറ്റിനകത്ത് ആക്ച്വലി പോസ്റ്റർ ഡിസൈനിനകത്ത് വരികയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ക്യാൻവ എന്ന് പറയുന്ന ടൂളിൽ കയറ്റി എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പോസ്റ്റർ ഡിസൈനിലാണെങ്കിൽ ക്യാൻവയ്ക്കകത്ത് കൊണ്ടുപോയി എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു അക്ഷരം നമുക്ക് ചേഞ്ച് ചെയ്ത് വേറെ അക്ഷരം കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനെ ഇറേസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇറേസ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. സോ ക്യാൻവ എന്ന് പറയുന്ന ടൂളും നമ്മുടെ ഈ കോഴ്സിൽ കവർ ചെയ്യുന്ന സംഭവമാണ്, പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജെമിനി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരെണ്ണം ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഇറേസ് ചെയ്ത് ഒരു വേർഡ് ഇറേസ് ചെയ്തിട്ട് അതിന് പകരം വേറെ വേർഡ് വെക്കാനും ഒക്കെ നമുക്ക് ക്യാൻവയിൽ സാധ്യമാണ്. ഓക്കെ, ഓഫർ എത്ര ദിവസം ഉണ്ടാവും? ഓഫർ ചില ഗ്രൂപ്പുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് 14,500 പിന്നീടാണെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ 5,500 നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്താലായിരിക്കും ലഭിക്കുന്നത്, നിങ്ങളുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണെങ്കിൽ. 14,500 ആണ് ആക്ച്വൽ ഫീസ് വരുന്നത്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ്? ഞാൻ ഇതിൽ നിന്ന് എത്രത്തോളം രൂപ വരുമാനം? ഓക്കെ, ഞാൻ ഈ ഒരു സംവിധാനത്തിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പേസിലേക്ക് വന്നതോടുകൂടി എനിക്ക് എത്രത്തോളം വരുമാനം ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റെ വരുമാന സ്രോതസ് എന്ന് അറിയണമെങ്കിൽ എന്ന് കമന്റ് ചെയ്യാം. എന്താണ് എൻ്റെ വരുമാന സ്രോതസ്, എങ്ങനെയൊക്കെയാണ് ഞാൻ വരുമാനം ഉണ്ടാക്കുന്നത് ഈ ഒരു സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട്? യെസ് താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. സോ ഈ സെക്ടറിലേക്ക് ഞാൻ കടന്നു വന്നത്
2016 ബാംഗ്ലൂരിൽ വിപ്രോയിൽ നല്ല സോഫ്റ്റ്വെയർ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. സോ അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കമ്പനിയുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ജോലികളാണ്. അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. അപ്പം പബ്ലിക് ട്രെയിനിങ്സിലേക്ക് വരാൻ തീരുമാനിച്ചു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. രണ്ടാമത്തത് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യണമെങ്കിൽ ബോറടിക്കത്തില്ലല്ലോ. നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു. ഇത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന സംഗതിയാണ്. അതാണ് ഈ മേഖലയിലേക്ക് എന്നെ വരാൻ പ്രേരിപ്പിച്ച രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ടെക്നോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം നിന്നാൽ പോരാ. ടെക്കീസ്, ടെക്നോ പാർക്ക് അങ്ങനെ നിന്നാൽ പോരാ. എല്ലാവരിലേക്കും എത്തുകയും എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും വേണം. സോ അതുകൊണ്ടാണ് ആക്ച്വലി പബ്ലിക് ട്രെയിനിങ്സ് ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതും എല്ലാവർക്കും ഈ ടൂളിനെ കുറിച്ചുള്ള അവയർനെസ്സും എല്ലാം അവതരിപ്പിക്കുന്നത്. അതിലൂടെ നമ്മുടെ കോഴ്സിലേക്ക് അഡ്മിഷൻ നടക്കുന്നു എന്നുള്ളതും ഒരുപാട് സന്തോഷം തരുന്ന സംഗതിയാണ്. സോ ഇതാണ് ആക്ച്വലി എന്നെ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിക്കുകയും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് തുടരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതിലെ വരുമാന സ്രോതസ്സിലേക്ക് വരുവാണെങ്കിൽ 3 വരുമാന സ്രോതസ്സുകളാണ് ആക്ച്വലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഞാനിവിടെ പറഞ്ഞ ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ്, അതിനാവശ്യമായിട്ടുള്ള പോസ്റ്ററുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി AI ഉപയോഗിക്കാറുണ്ട്. സോ രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. നമുക്കിവിടെ ഒരു സർവീസസിന്റെ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് അല്ല, നിങ്ങളുടെ ബ്രാൻഡോ നിങ്ങളുടെ ബിസിനസ്സോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സർവീസാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ കൊട്ടേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ സ്റ്റാഫുകളെടുത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൊട്ടേഷൻ ലഭിക്കും. അങ്ങനെ ഒരു സർവീസ് ഡിവിഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. മൂന്നാമത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളതിലേക്ക് ഞാൻ അല്പസമയത്തിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഈ 3 വരുമാന സ്രോതസ്സുകളാണെങ്കിൽ എനിക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കില്ല് ഉള്ളത്. ഇതിലേക്ക് ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 15,000-ഓളം പെയ്ഡ് പാർട്ടിസിപ്പൻസ് നമുക്കിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഓണം ഓഫറിലാണ് ആക്ച്വലി 5,500. അല്ലാത്ത സമയത്ത് 6,500 ആണ് ഓഫർ ഫീസ് തന്നെ കൊടുക്കാറുള്ളത്. ഓക്കെ, ഓഫർ ഫീസ് തന്നെ, വെബിനാറിലെ ഓഫർ ഫീസ്. ഓക്കെ, 15,000 ഇൻറ്റു 6,500 എടുക്കുകയാണെങ്കിൽ 9,75,000 എന്ന് പറയുന്നത് 75 lakhs എന്ന് പറയുന്നത് കഴിഞ്ഞ 4-5 വർഷത്തെ റവന്യൂ ആണ്. സോ ഇയർലി റവന്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 2,43 lakhs. അതായത് ഈ 243 lakhs പെർ ഇയർ എന്ന് പറയുന്ന ഈ ഫിഗറിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഈ സ്കില്ലുള്ളത് കൊണ്ട്, ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ 36 lakhs പെർ ഇയറിലേക്ക് ക്രമേണ ഒരു 6 മാസം കൊണ്ടെങ്കിലും എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, എത്രത്തോളം എഫർട്ട് ഇടുന്നു അനുസരിച്ചിരിക്കും എത്ര ഫാസ്റ്റ് ആയിട്ട് ഈ 36 lakhs പെർ ഇയറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫിഗർ ഞാനിവിടെ കാണിച്ചത്. ഇത് ട്രെയിനിങ് പ്രോഗ്രാംസിൽ നിന്നുള്ളതാണ്. സോ രണ്ടാമത്തെ ഒരു സംഗതി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അറൗണ്ട് 5 lakhs to 8 lakhs പെർ മന്ത്. ഇതെല്ലാം സർവീസ് ഞാൻ ഒറ്റയ്ക്കല്ല. ഇപ്പം നമുക്കിവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. സ്റ്റാഫുകൾ ചെയ്യുന്നു, ഞാൻ അതിന് മേൽനോട്ടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ക്ലയൻസ് ഉണ്ട്. ക്ലയൻസിന് ഏതാനും ചില ലിസ്റ്റ് ഞാനിവിടെ കാണിക്കാം. സോ നമ്മുടെ ക്ലയൻസ് ലിസ്റ്റിനകത്ത് വരുന്നതാണ് ചില ബിൽഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈൻ കമ്പനികൾ, ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ക്ലയൻറ്റ് ലിസ്റ്റിൽ വരുന്ന ഏതാനും ചിലരാണ്. സോ ഇങ്ങനെ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അറൗണ്ട് 80,000 പെർ മന്ത് എന്ന് പറയുന്ന ഒരു ഫിഗർ. ഞാൻ എൻ്റെ ആ ഒരു വരുമാന സ്രോതസ്സുകൾ, അതിൻ്റെ എമൗണ്ട് ഏകദേശം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാനിവിടെ ഡിസ്ക്ലോസ് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നുമല്ല, ഇതിനു വേണ്ടി നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുകയും നമ്മൾ എഫർട്ടും എനർജി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടും നമ്മുടെ പെയ്ഡ് കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ പാർട്ടിസിപ്പൻസിൻ്റെ എക്സാമ്പിൾസ് വെച്ച് ഞാനിവിടെ കാണിച്ചത്. സോ എന്ന് വെച്ചാൽ ഇത് വളരെ ഈസി മണി മേക്കിംഗ് മെത്തേഡ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഇതിനെ തീർച്ചയായിട്ടും എഫർട്ട് ഇടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എഫർട്ട് ഇടണം. അപ്പം ബിസിനസ് വളർത്തിയെടുക്കാനാണെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളും മെത്തേഡുകളുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെയുള്ളത്, യൂട്യൂബ് മണി മേക്കിംഗ് പോലെയുള്ളതിൽ ഫോക്കസ് ചെയ്യാം. ഇനി അതല്ല, നമുക്കിത് സർവീസായിട്ട് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്ലയൻസിനെ കണ്ടെത്തുന്നത്, സർവീസ് ചെയ്ത് കൊടുക്കേണ്ട എന്തൊക്കെ ടൂളുകളാണ് പഠിക്കേണ്ടത്, അതൊക്കെ നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും എഫർട്ട് അത്യാവശ്യമാണ്. പക്ഷേ അതിനെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഗൈഡൻസും ലഭിക്കുന്നതാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അടുത്ത അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് കിടക്കുകയാണ്. റെഡി ആണെങ്കിൽ കമന്റ് ചെയ്യാം. എന്തൊക്കെയാണ് ട്രെയിനിങ് തരുന്നത് എന്ന് ചോദിച്ചിട്ട്, ട്രെയിനിങ്ങിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ AI ടൂളുകൾ പഠിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ്, യൂട്യൂബ് മാർക്കറ്റിംഗ്. സോ അങ്ങനെ ഫുൾ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ഞാൻ ഓൾറെഡി ഇവിടെ കാണിച്ചായിരുന്നു.
ഓരോ ആഴ്ചകളിലും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡിങ്സും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായാലും പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ക്ലാസ്സിന് ശേഷം ലഭിക്കും. ഓക്കെ, ഇതിനകത്ത് AI ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് വളർത്തുന്നത്, മണി മേക്കിംഗ്, അതേപോലെ തന്നെ AI ഏജൻസ് എന്ന് പറയുന്ന സംഗതി. അതായത് ഇപ്പോൾ നമ്മൾ ChatGPT ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ChatGPTയിൽ നമ്മൾ ചെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൻ്റെ ആൻസർ എടുക്കുന്നു എന്നുള്ളത്. സോ ഇതും കഴിഞ്ഞ് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ് AI ഏജൻസ് നമുക്ക് വേണ്ടി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ഇടുന്ന AI ബോട്ടുകൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ എല്ലാ ദിവസവും വൈകുന്നേരമോ രാവിലെ നമുക്ക് വേണ്ടി അത് പോസ്റ്റുകൾ ഇടും. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിലുകൾ ചെക്ക് ചെയ്തിട്ട് അതിന് മറുപടി കൊടുക്കുന്ന AI ഏജന്റുകളുണ്ട്. ഇനി മറുപടി കൊടുക്കുന്നതിന് മുമ്പ് അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഇത് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന AI ഏജന്റുകളുണ്ട്. സോ ഇതെല്ലാം നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതി. ഇതൊക്കെ AIയുടെ അടുത്ത ലെവൽസ് ആണ് യഥാർത്ഥത്തിൽ. ഇത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു, പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ആക്ച്വലി ഈ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് AI ഏജൻസ് എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കണ്ടാലോ? റെഡി ആണെങ്കിൽ എസ് കമന്റ് ചെയ്യാം. നമ്മളൊരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നു, അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞ് എന്താണ് ചെയ്യുക? ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ 14,500 ആണ് വരുന്നത്. ഓക്കെ, ഓഫർ കഴിയാത്ത ഗ്രൂപ്പിലാണെങ്കിൽ 5,500 അവൈലബിൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ റെഡിയാണോ? ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു പ്രോഡക്റ്റ് സർവീസ് നമുക്ക് ഇല്ലെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതായത് ഒരു പ്രോഡക്റ്റും ഇല്ല, ഒരു സർവീസും ഇല്ല. സോ അതെന്താണ്, അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. സോ അതാണ് ആക്ച്വലി ആമസോൺ അഫിലിയേറ്റ് എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ്. ആമസോണിൽ നമുക്ക് അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആമസോൺ ഞാൻ എടുത്തിരിക്കുകയാണ്. ആമസോണിൽ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ബിക്കം ആൻ അഫിലിയേറ്റ് എന്നൊരു ഓപ്ഷൻ. ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വന്ന് ഒരു അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, അതും ഫ്രീ ആയിട്ട്. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. ഇതിന് പറയുന്ന ആമസോൺ അസോസിയേറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് കമ്മീഷൻസ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ലിങ്കുകൾ കിട്ടും. ഓരോ പ്രോഡക്റ്റിന്റെ ലിങ്ക് എടുക്കാം, അല്ലെങ്കിൽ കോമൺ ലിങ്ക് എടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയും വെബ്സൈറ്റിലൂടെയും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സൈറ്റ് എടുക്കുകയാണെങ്കിൽ digitalmagnetonline.com എന്ന കമ്പനിയുടെ സൈറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു പരസ്യം ഇതിന്റെ റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നത്. എന്തിനാണ് ആക്ച്വലി നമ്മുടെ കമ്പനിയുടെ സൈറ്റിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്ന സൈറ്റിൽ എന്തിനാണ് ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് വെച്ചിരിക്കുന്നത്? കാരണം ഇതിൽ ക്ലിക്ക് ചെയ്ത് പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് കമ്മീഷൻ കിട്ടും. ആമസോണിൽ നിന്ന് കമ്മീഷൻ ലഭിക്കും, ആമസോൺ കമ്പനി കമ്മീഷൻ തരും. സോ ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. അതേപോലെ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കണമെങ്കിൽ ആമസോണിന്റെ സൈറ്റിൽ കയറി ഏറ്റവും താഴേക്ക് വന്ന് ബിക്കം ആൻ അഫിലിയേറ്റിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആമസോണിന്റെ അഫിലിയേറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്ന ലിങ്കുകൾ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, സോഷ്യൽ മീഡിയകളിലൂടെയും ഗൂഗിളിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. ഓക്കെ, ഇത് ആമസോണിന് മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്നത്. നിരവധി കമ്പനികൾക്ക് അഫിലിയേറ്റ് ലിങ്കുകളുണ്ട്. സോ അങ്ങനെ നിരവധി കമ്പനികളുടെ അഫിലിയേറ്റ് ആകാൻ സാധിക്കും. സോ അതെല്ലാം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം കമ്മീഷൻസ് ലഭിക്കുന്നുള്ളത്. ഈവൻ നമ്മുടെ കോഴ്സിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ അഫിലിയേറ്റ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്തവർ മറ്റുള്ളവരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഇൻസെന്റീവ്സ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. സോ അതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, അതിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് പഠിക്കാൻ സാധിക്കും. സോ നമ്മുടെ കോഴ്സിലേക്ക് കൂടുതൽ അഡ്മിഷൻസ് ലഭിക്കും. ഈ കോഴ്സിലേക്ക് നിങ്ങൾ മുടക്കിയ പൈസ തന്നെ 2-3 പേര് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ ഒരു സിസ്റ്റം നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ പ്രസന്റ്ലി നമ്മുടെ പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിട്ട് നമ്മളത് ചുരുക്കിയിരിക്കുകയാണ്. കാരണം കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർ മറ്റുള്ളവരെ റെഫർ ചെയ്യട്ടെ. സോ എല്ലാ ആഴ്ചകളിലും വരുമാനം നേടാം. ഡിജിറ്റൽ മാഗ്നറ്റ് അഫിലിയേറ്റ്, ലേൺ ആൻഡ് ഏൺ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുമാനം ഉണ്ടാകും. സോ ഇങ്ങനെ ഒരു അഫിലിയേറ്റ് സിസ്റ്റം നമുക്ക് ഇവിടെയുണ്ട്. ഓക്കെ, സോ അപ്പോൾ എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈവൻ ഇപ്പോൾ AI ടൂളുകളൊക്കെ വന്നപ്പോഴത്തേക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകളൊക്കെ നമുക്ക് എഴുതിക്കാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചൊക്കെയുള്ള ഈ കണ്ടന്റ് എഴുതി അതിനകത്ത് ലിങ്ക് വെക്കുമ്പോഴാണ് ആൾക്കാർ ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുന്നത്. സോ ആ കണ്ടന്റ് എഴുതിക്കാൻ നമുക്ക് AI ടൂളായ ChatGPT ജെമിനിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, സോ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, നമുക്കപ്പം ക്ലോസിംഗിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പറയുന്നത് പേയ്മെന്റ് എറർ വന്നു. പേയ്മെന്റ് എറർ വന്നവർ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യുക, അവർ ആ സീറ്റ് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഗൂഗിൾ പേയിൽ വീണ്ടും പേയ്മെന്റ് അടയ്ക്കുന്ന മെസ്സേജ് വരുന്നുണ്ട്. പേയ്മെന്റ് അടച്ചവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ ഇപ്പം തന്നെ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും
നന്ദി ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തതിന്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഈ ടൂളുകളൊക്കെ ജസ്റ്റ് യൂസ് ചെയ്യുകയും അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നമുക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും നമ്മളത് പ്രാക്ടിക്കലാക്കുമ്പോഴാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ അത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക. പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡൊക്കെ സെറ്റ് ചെയ്യാനുള്ള ബൂസ്റ്റ് പോസ്റ്റ് പോലെയുള്ള കാര്യങ്ങളും ഒരു കമാൻഡ് കൊടുത്തുകൊണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഫോർ അറ്റൻഡിങ് ടുഡേ സെഷൻ. ജിപേ നമ്പർ ഏതാണെന്ന് ചോദിച്ചു. ജിപേ നമ്പർ 3 നമ്പർ ഉണ്ട്. 9605286492 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അതേ കൂടാതെ വേറെ 2 നമ്പറുകളുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പലരും ജിപേ നമ്പർ എന്നോട് ചോദിക്കുന്നുണ്ട്. ജിപേ നമ്പർ അതേപോലെ തന്നെ പേയ്മെന്റ് ലിങ്കും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചാൽ മതി. പേയ്മെന്റ് ലിങ്കുകൾ അടക്കമുള്ള ഡീറ്റെയിൽസ് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയക്കാം. പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ ഐഡിയാസ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്ലി AL എന്ന് പറയുന്ന ഗൂഗിൾ പേ നമ്പർ 96052866 എന്ന് പറയുന്ന ഈ ഒരു ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. കൂടാതെ പേയ്മെന്റ് ലിങ്കിനകത്തേക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ച് പേയ്മെന്റ് അടയ്ക്കുന്നത് ഇന്റർനാഷണൽ പേയ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്റർനാഷണൽ പേയ്മെന്റിനുള്ള ലിങ്ക് ഉണ്ട്. ഓക്കെ, സോ ഇത് ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് അടച്ച് പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ ഇമ്മീഡിയറ്റ്ലി അയച്ചു കൊടുക്കുക. ഓഫർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 5500 തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കും. പിന്നീടാണെങ്കിൽ 14500 ആയിരിക്കും. ഓക്കെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്.